ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തന്നെ ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials, doubt clearance and mentorship, 5000-ലധികം topic wise multiple choice questions with detailed explanation, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. മറ്റൊരു സന്തോഷ വാർത്ത കൂടി, ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ അധികം വൈകാതെ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ന് നമ്മൾ ഫുഡ് ടെക്നോളജി എന്ന മൊഡ്യൂളിലുള്ള ഫുഡ് പാക്കേജിംഗ് അതുപോലെ ന്യൂട്രീഷണൽ ലേബലിംഗ് ഈ രണ്ട് ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫുഡ് പാക്കേജിംഗ് നമുക്കൊക്കെ അറിയുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ഫുഡ് പാക്കേജിംഗ്, പല ടൈപ്പ് ഓഫ് പാക്കേജിംഗ്, എന്താണ് പാക്കേജിംഗിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. സോ നമുക്ക് വൈകിക്കാതെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. So what is packaging? As a definition നമ്മൾ പറയുകയാണെങ്കിൽ packaging എന്ന് പറയുന്നത് it is a scientific method of containing the food product. എന്തോ ആരോ പറഞ്ഞോ? പാക്കേജിംഗിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ it is a scientific method of containing the food product against physical damage, chemical changes, further microbial contamination and to display the product in the most attractive manner for consumer preference. Okay, വളരെ സിമ്പിൾ ആയിട്ട് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ ഫുഡിന്റെ കണ്ടെയ്ൻമെന്റ്സിനൊക്കെ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് എൻക്ലോസ് ചെയ്ത് വെക്കുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറയാം. നമ്മുടെ ഫുഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഡാമേജോ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചുകളോ ഒന്നും വരാതെ നമുക്ക് നല്ല രീതിയിൽ അതിനെ എൻക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കേജിംഗ് ചെയ്യേണ്ടത്. അപ്പൊ അത് എൻക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ മൈക്രോബിയൽ കണ്ടാമിനേഷനും ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ഒന്നും ഉണ്ടാകുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതിലുപരി അതൊരു കൺസ്യൂമറിന് അട്രാക്റ്റീവ് ആയിട്ട് വെക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ പാക്കേജിംഗ് മെറ്റീരിയൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സൈലന്റ് സെയിൽസ്മാൻ. കാരണം ഇറ്റ് ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ ഫുഡ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ. അല്ലെ, നമുക്ക് ആ ഒരു പാക്കേജിംഗ് മെറ്റീരിയലിന്റെ ഉള്ളിലുള്ള പ്രൊഡക്റ്റ് എന്താണെന്നുള്ള ഒരു ഐഡിയ തരുന്നത് നമ്മുടെ പാക്കേജിംഗ് ആണ്. അല്ലെ, അതിന് പുറമെ നമ്മളിപ്പോ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്താൽ തന്നെ കാണാം അതിന്റെ പുറമെ അതിലുള്ള ന്യൂട്രീഷ്യൻസും അതിലുള്ള ഇൻഗ്രീഡിയൻസും അതിന്റെ ക്വാണ്ടിറ്റി, അത് എവിടെയാണ് ഉണ്ടാക്കിയത് മുതലായ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ ഒരു പാക്കേജിംഗ് മെറ്റീരിയലിന്റെ അകത്ത് നമുക്ക് കിട്ടും. അപ്പൊ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ നമുക്ക് എന്ത് വിളിക്കാം? അതൊരു സൈലന്റ് സെയിൽസ്മാൻ ആണ്. ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും കൺസ്യൂമർക്ക് തരുന്ന, കസ്റ്റമർക്ക് തരുന്ന ഒരു സൈലന്റ് സെയിൽസ്മാൻ ആണ് ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. സോ അതിന്റെ നീഡ് എന്താണ്? നമുക്ക് നമ്മുടെ ആ കോമോഡിറ്റീനെ ഫിസിക്കൽ ഡാമേജിൽ നിന്നും കെമിക്കൽ ചേഞ്ചിൽ നിന്നും അതുപോലെ തന്നെ മൈക്രോബിയൽ കണ്ടാമിനേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക. അത് കൂടാതെ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും കൺസ്യൂമറിലേക്ക് എത്തിക്കുക. അതേപോലെ കൺസ്യൂമറിനെ അട്രാക്ട് ചെയ്തിട്ട് ഒരു മാർക്കറ്റിംഗ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മുടെ പാക്കേജിംഗ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പാക്കേജിംഗ് മെറ്റീരിയലിന്റെ മെയിൻ ആയിട്ട് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നതിൽ വരുന്ന കാര്യങ്ങൾ. ഫുഡ് പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് പ്രോസസിംഗ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഫുഡ് ആൻഡ് ക്യാൻ ഇൻഫ്ലുവൻസ് മെനി ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ സ്പോയിലേജ്. നമ്മൾ നല്ല രീതിയിലല്ല പാക്കേജിംഗ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിന്റെ ക്വാളിറ്റിനെ തന്നെ അത് വല്ലാതെ എഫക്ട് ചെയ്യും. അത് പെട്ടെന്ന് സ്പോയിലേജ് വരാനും അതുപോലെ തന്നെ അതൊരു പ്രിസർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ തന്നെ ഈ ഒരു പാക്കേജിംഗ് മെറ്റീരിയലിനെ സഹായിക്കും എന്നുള്ളതാണ്. It also ensures safe delivery of product to the ultimate consumer in a sound condition and at the minimum overall cost. Okay, ഒരു ഇൻഡസ്ട്രിയിൽ എത്ര നല്ല രീതിയിൽ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് നല്ല രീതിയിലല്ല പാക്കേജ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു കൺസ്യൂമറുടെ കയ്യിൽ എത്തില്ല. ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ നമ്മൾ നല്ല പ്രോപ്പറായി ചെയ്താൽ മാത്രമേ നമ്മുടെ കൺസ്യൂമർക്ക് അതൊരു സേഫ് ആയിട്ട് ആ ഒരു ഫുഡ് ഡെലിവർ ചെയ്ത് നമുക്ക് ആ കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ.
അപ്പൊ അതും കൂടെ ഒരു പാക്കേജിംഗ് മെറ്റീരിയലിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സേഫ് ഡെലിവറി ഓഫ് ദ പ്രോഡക്റ്റ് ടു ദ കൺസ്യൂമർ എന്ന് പറയുന്നതും പാക്കേജിംഗിന്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. Food packaging is packaging for food which contains, protect, preserve food as well as inform about the food. Okay, ആ ഒരു ഫുഡ് മെറ്റീരിയലിനെ കണ്ടെയ്ൻ ചെയ്യുക, അതിനെ ക്യാരി ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷൻ, അതുപോലെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, പുറമേ നിന്നുള്ള ഡാമേജിൽ നിന്ന് അല്ലെങ്കിൽ ലൈറ്റ് കടക്കുന്നതിൽ നിന്ന് അങ്ങനെ ഒരു മെക്കാനിക്കൽ ഡാമേജിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക. കൂടാതെ അതിന്റെ ഷെൽഫ് ലൈഫ് കൂട്ടുക, അതിനെ പ്രിസർവ് ചെയ്യുക, സ്പോയിലേജ് ഇല്ലാതെ പ്രിസർവ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷൻ. അതുപോലെ തന്നെ കൺസ്യൂമർക്ക് എന്താണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളത് അറിയിച്ചു കൊടുക്കുക. ഇത്രയും ഫംഗ്ഷൻസ് ആണ് ഫുഡ് പാക്കേജിംഗ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് യു to get the product in the best quality for consumption. All the preserved food items require packaging so as to make the product available to the user or consumer in desired quality and form. Packaging material protect the product in all aspects from the origin until the consumption. And adequate packaging extends the shelf life of the surplus of food and allows the distribution of food to other areas, resulting in more choices to the consumer in terms of food availability, equitable distribution of food resources, and income to the producer from the produce. Okay, ഇതിൽ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ ലാസ്റ്റിൽ ഒരു പോയിന്റ് മാത്രം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ലാബറേറ്റ് ആയിട്ട് പോവാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാക്കേജിംഗ് മെറ്റീരിയലിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരു മേജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ചില ഫുഡ് കമ്മോഡിറ്റി ഒരു ഏരിയയിൽ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ് കോക്കനട്ട് ഓയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തൊരു കോക്കനട്ട് ഓയിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക. തെങ്ങ് അതുപോലെ കോക്കനട്ട് കുറവുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഈ ഒരു കോക്കനട്ട് ഓയിലിനെ എത്തിക്കണമെങ്കിൽ അവിടെ ഈ പാക്കേജിംഗ് മെറ്റീരിയലിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, അല്ലെ? അപ്പം നമുക്ക് ഇവിടെ കോക്കനട്ട് അവൈലബിൾ ആയിട്ടുള്ള കോക്കനട്ട് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള കോക്കനട്ട് മാത്രം അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ കിട്ടാനില്ലാത്ത സ്ഥലത്തേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നത് ഈ ഒരു പാക്കേജിംഗ് മെറ്റീരിയലാണ്. സോ ഇൻ ടേംസ് ഓഫ് ഫുഡ് സപ്ലൈ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് ഫുഡ് റിസോഴ്സസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ സഹായിക്കുന്നതാണ് പറയുന്നത്. Correct packaging prevents any wastage such as leakage or deterioration while transportation and distribution. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ ഡാമേജിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്കേജിൽ നിന്നോ അല്ലെങ്കിൽ എന്ത് സോർട്ട് ഓഫ് വേസ്റ്റേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂഷന്റെ സമയത്തും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ സമയത്തും പാക്കേജിംഗ് മെറ്റീരിയലിനെ സഹായിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഗുഡ് പാക്കേജിംഗ് ആൻഡ് പ്രസന്റേഷൻ പ്രൊമോട്ട് കൺസ്യൂമേഴ്സ് ടു ബൈ പ്രോഡക്റ്റ്, അല്ലെ? നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ തന്നെ എപ്പോഴും പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ആയിട്ടെന്ന് തോന്നുന്ന ഒരു പാക്കേജിംഗ് ആണ് നമ്മൾ പെട്ടെന്ന് സെലക്ട് ചെയ്യുക, അല്ലെ? അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും എപ്പോഴും പാക്കേജിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിന്റെ അകത്ത് എന്താ പറയാ, അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അപ്പീലിംഗ് ആയിട്ടുള്ള പിക്ചേഴ്സ്. നമ്മളിപ്പോ ഒരു അരി വാങ്ങിക്കാൻ തന്നെ പോവാന്ന് വെച്ചിരിക്കുക, പല ഗ്രേഡ് ഓഫ് ബസ്മതി റൈസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ആ പാക്കേജിംഗ് മെറ്റീരിയൽ ആണ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുക, നല്ലൊരു പാക്കേജിംഗ് ആണ്, ഇതിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നല്ല എന്താ പറയാ നമുക്ക് തോന്നില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാക്കേജിംഗ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൈ അതിലേക്കാ പോവുക. സോ ആ ഒരു രീതിയിൽ കൺസ്യൂമറിനെ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടെംപ്റ്റ് ചെയ്യിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഈ പാക്കേജിംഗ് മെറ്റീരിയൽ ചെയ്യുന്നുണ്ട്. സോ കമ്മിങ് ടു ദ ഫങ്ഷൻസ് ഓഫ് പാക്കേജിംഗ്, ആദ്യത്തെ കാര്യം the main purpose of food packaging is food preservation. Okay, ഒരു ഫുഡ് പ്രിസർവേഷന്റെ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്, പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫുഡ് പ്രോഡക്റ്റ് ഇസ് എ മേജർ ഫംഗ്ഷൻ ഓഫ് പാക്കേജിംഗ്. നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു കമ്മോഡിറ്റി നശിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തന്നെ ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. മറ്റൊരു സന്തോഷ വാർത്ത കൂടി, ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം.
വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ അധികം വൈകാതെ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. പറഞ്ഞ പോലെ തന്നെ ബസ്മതി റൈസ് അല്ലെങ്കിൽ റൈസിന്റെ കേസ് തന്നെ എടുക്കാം. നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ അല്ല കൊടുത്തതെങ്കിൽ അതിന്റെ മോയ്സ്ചർ അബ്സോർപ്ഷൻ, അതുപോലെ അതിനുള്ള മോയ്സ്ചർ പുറമേക്ക് പോകാൻ, ഇപ്പൊ ബേക്കറി പ്രൊഡക്റ്റ്, കേക്കോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പോലത്തെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, പെട്ടെന്ന് നമുക്ക് കാണാം ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തണുത്തും അല്ലെ, അതിന്റെ ആ ഒരു ക്രിസ്പിനെസ്, അതിന്റെ ആ ഒരു ടെക്സ്ചർ തന്നെ കംപ്ലീറ്റ്ലി നഷ്ടപ്പെടും നമ്മുടെ പാക്കേജിംഗ് മെറ്റീരിയൽ കറക്റ്റ് ആയിട്ടുള്ളതല്ല നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ. സോ നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റിനെ, ഫുഡ് പ്രൊഡക്റ്റിനെ അതിന്റേതായിട്ടുള്ള ആ പ്രോപ്പർട്ടിയിൽ നിലനിർത്തുക എന്നുള്ളതൊരു കാര്യം. അതായത് ഫുഡിനെ പ്രിസർവ് ചെയ്യുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫുഡ് പാക്കേജിംഗിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ പാക്കേജിംഗ് ഇസ് എ നെസസറി എയ്ഡ് ഫോർ സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഫുഡ്. Packaging must provide the proper environment condition right from the start when food is packed till it is finally consumed. അല്ലെ, നമ്മൾ എവിടെയാണോ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് അവിടുന്ന് തൊട്ടിട്ട് നമ്മുടെ കൺസ്യൂമറുടെ കയ്യിൽ എത്തുന്നവരെ ഉണ്ടാക്കിയിട്ടുള്ള ആ അവസ്ഥയിൽ തന്നെ നമുക്ക് ആ ഫുഡിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു കാര്യം പോസിബിൾ ആക്കുന്നത് ഫുഡ് പാക്കേജിംഗ് ആണ്. അപ്പൊ നമ്മള് നല്ലൊരു പാക്കേജിംഗ് കൊടുത്തിട്ടില്ല, നമ്മളൊരു ബിസ്ക്കറ്റ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കി എന്തോ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കൺസ്യൂമർക്ക് കിട്ടുന്നത് നമ്മൾ ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് ആവില്ല, അതിന്റെ ആ ഒരു കംപ്ലീറ്റ് പ്രോപ്പർട്ടി ലൂസ് ആയിട്ടുണ്ടാവും. അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അതിന് ഫിറ്റ് ആയിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ സെലക്ട് ചെയ്യാന്നുള്ളതാണ് അവിടെ പറയുന്നത്. Then it should provide a barrier against dirt and other contaminant and keep the product clean. അല്ലെ, നമ്മൾ എപ്പോഴും കൺസ്യൂമർക്ക് എന്താ വേണ്ടത്, ക്ലീൻ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. ഒരിക്കലും നമ്മളൊരു പൊടി പിടിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ മുകളിൽ അതിന്റെ കളർ ലോസ് ആയതോ എന്തെങ്കിലും ഒരു എക്സ്റ്റേനിയസ് ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങില്ല. അപ്പൊ എപ്പോഴും എന്താണ്, പാക്കേജിംഗ് മെറ്റീരിയൽ ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു ബാരിയർ, എന്തെങ്കിലും എക്സ്റ്റേനിയസ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നൊരു കണ്ടാമിനേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന ബാരിയർ ആണ്. അപ്പൊ അതാണ് അതിന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Then it should be securely closed to prevent losses or leakage. നമുക്ക് അതിന്റെ പാക്കേജിംഗ് മെറ്റീരിയൽ ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജ്, ഇപ്പം ഓയിലോ അല്ലെങ്കിൽ ജ്യൂസോ ഫ്രൂട്ട് ജ്യൂസസ് എന്തോ ആയിക്കോട്ടെ, ലിക്വിഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന്റെ ലീക്കേജ് അതല്ല, എന്തെങ്കിലും സോളിഡ്സ് ആണെങ്കിൽ നമുക്ക് നമ്മൾ പാക്ക് ചെയ്ത ക്വാണ്ടിറ്റി തന്നെ ഒരു 500 gram നമുക്ക് വേണം, നമ്മൾ വേ ചെയ്തിട്ട് അത് ആ ഒരു പാക്കേജിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർലി സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ലോസും ഇല്ലാതെ ആ കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ പാക്കേജിംഗ് മെറ്റീരിയൽ കൊടുക്കുന്നതുകൊണ്ടാണ്. സോ ദാറ്റ് ഇസ് അനദർ ഫംഗ്ഷൻ ഓഫ് എ പാക്കേജിംഗ് മെറ്റീരിയൽ. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് പ്രൊട്ടക്ട് ദ ഫുഡ് അഗെയിൻസ്റ്റ് എനി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഡാമേജ് ഡ്യൂ ടു എയർ, ലൈറ്റ്, ഇൻസെക്ട് ആൻഡ് റോഡന്റ്. ഇത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ്, അതുപോലെ കെമിക്കൽ ഡിറ്റീരിയോറേഷൻ അല്ലെങ്കിൽ മൈക്രോബിയൽ ഡിറ്റീരിയോറേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഫുഡ് പ്രൊഡക്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പാക്കേജിംഗ് മെറ്റീരിയൽ സഹായിക്കും. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. It should serve as a material handling tool containing the desired unit amount of food within a single container and may facilitate the assembly of several such units into aggregates. അല്ലെ, നമുക്ക് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനും സഹായിക്കും. നമുക്ക് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് ഈ പാക്കേജിംഗ് മെറ്റീരിയൽ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് സെർവ് ആസ് എ പ്രോസസിംഗ് എയ്ഡ്. ഓക്കെ, നമുക്ക് ഒരു ഫർദർ പ്രോസസിംഗിന് വേണ്ടിയിട്ട് പാക്കേജിംഗ് മെറ്റീരിയൽ ഹെൽപ്പ് ചെയ്യും. The package design should provide protection and convenience in handling and transport during the distribution and marketing. It should help the customers to identify the food and instruct them how to use it correctly. അവിടെ പറയുന്നത് എന്താണ്, നമ്മൾ ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആ പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൺവേ ചെയ്യാൻ ആ പാക്കേജിംഗ് മെറ്റീരിയലിന് പറ്റണം. അല്ല, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റന്റ് സൂപ്പ് മിക്സ്, നമ്മൾ ഇന്നലെ ഇൻസ്റ്റന്റ് മിക്സസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. ഒരു കസ്റ്റമർ ഒരു ഇൻസ്റ്റന്റ് മിക്സ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് കൺസ്യൂം ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ ഈ പാക്കേജിംഗ് മെറ്റീരിയൽ പറ്റണം. അതായത് ഇത് നമ്മൾ ഒരു പാക്കേജിംഗ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് എന്തിലാണ് നമ്മൾ ഉണ്ടാക്കുക, അതായത് നമ്മൾ മിൽക്ക് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ ഇതിന് കുക്ക് ചെയ്യണോ, നമ്മൾ ഹീറ്റ് ചെയ്യണോ, നമ്മൾ ഫ്രീസ് ചെയ്യണോ, എന്താണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വെച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡിയ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ, കസ്റ്റമർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ ഈ ഒരു പാക്കേജിംഗ് മെറ്റീരിയലിന് സഹായിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു പാക്കേജിംഗ് മെറ്റീരിയലിന്റെ മെയിൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. കുറച്ച് ചെറിയ എന്താ പറയാ സെക്കൻഡറി ഫംഗ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം. ഇറ്റ് ഷുഡ് പെർസ്വേഡ് ദ കൺസ്യൂമർ ടു പർച്ചേസ് ദ ഫുഡ്. എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഈ മെറ്റീരിയൽ, നമുക്ക് കുറെ ഓപ്ഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
ഇത്രയും ബ്രാൻഡ്, ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും ഞാൻ എന്തുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വാങ്ങണം, എന്താണ് എനിക്ക് അതിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്നുള്ളത് കൺവേ ചെയ്യാൻ ആ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ സഹായിക്കണം. അതായത് എന്താ, ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഇത് ഫോർട്ടിഫൈഡ് ആണ്, അല്ലെങ്കിൽ ഇതിൽ എക്സ്ട്രാ വൈറ്റമിൻ എൻറിച്ച്ഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് കൺവേ ചെയ്യാനും ഈ പാക്കേജിംഗ് മെറ്റീരിയൽ സഹായിക്കണം. ഇനി അതല്ല, ഒന്നുമല്ല, പ്രത്യേകതകളൊന്നുമില്ല, പക്ഷെ എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്, അതായത് ഈ ഒരു പാക്കറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% എക്സ്ട്രാ കിട്ടുന്നുണ്ട്, അപ്പൊ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ, എന്തിനാ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ള ഒരു കാര്യം കൺവേ ചെയ്യാനും ഈ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ സഹായിക്കണം. ദ പാക്കേജ് മേ സെർവ് ആസ് കൺവീനിയൻസ് ഐറ്റം ഫോർ ദ കൺസ്യൂമർ, ദാറ്റ് ഈസ് ആസ് എ ഡ്രിങ്കിങ് യൂട്ടൻസിൽ ആസ് വെൽ ആസ് പ്രോസസ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടെയ്നർ. ഇപ്പൊ നമ്മൾ പല ടെട്രാ പാക്കറ്റ്സ്, പാലൊക്കെ തന്നെ നമ്മൾ കാണാറുണ്ട് ടെട്രാ പാക്കിൽ വരുന്നത് അല്ലെ. നമ്മളിപ്പോ സാധാരണ ഒരു പാലിന്റെ കവർ വാങ്ങി അത് പൊട്ടിച്ചൊഴിച്ച് ബാക്കി പാലിന് നമ്മൾ അതേപോലെ കെട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് പകരം നമുക്ക് ടെട്രാ പാക്കുകളിൽ, നമുക്ക് ബോട്ടിൽ കൈൻഡ് ഓഫ് പാക്കറ്റ്സിൽ പാൽ വരുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ നമ്മൾ ഒരു എന്താ പറയാ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം ലിഡ് വരുന്ന ടൈപ്പ് ഓഫ് ക്യാൻസിലൊക്കെ ഫ്രൂട്ട് ജ്യൂസസ് ഇപ്പൊ വരുന്നത് കാണാം. അതൊരു കൺവീനിയൻസ് പാക്കേജിംഗ് ആണ്. നമ്മൾ പറയുന്നത് ഒരു കൺവീനിയൻസ് പാക്കേജിംഗ് ആണ്. അതായത് നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതിനെ റീസീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് പിന്നെയും യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നമുക്ക് ഡ്രിങ്കിങ് യൂട്ടൻസിൽ ആയിട്ട് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു മാറ്റി പിന്നെ ആ ഗ്ലാസ് ഒന്ന് കുടിച്ച് അങ്ങനെ ഒന്നും ഇല്ലാതെ നേരെ നമുക്കൊരു ഡ്രിങ്കിങ് യൂട്ടൻസിലായിട്ട് എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ ടെട്രാ പാക്കും ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെയാണ് ഈ ഒരു രീതിയിൽ വരുന്നത്. ഒരു കൺവീനിയൻസ് ഐറ്റം ആയിട്ടും ഈ പറഞ്ഞ പാക്കേജിംഗ് മെറ്റീരിയൽ ഇപ്പൊ നമ്മൾ കാണാറുണ്ട്. Then packaging when properly used can be cost saving device. Okay, നമുക്ക് കോസ്റ്റ് സേവിങ്ങിനും പാക്കേജിംഗ് മെറ്റീരിയൽ ഹെൽപ്പ് ചെയ്യും. Then it may serve the purpose of portion controlling in certain food item. Okay, ഇത്ര പോർഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എന്താ പറയാ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കേജിംഗ് മെറ്റീരിയൽ ഹെൽപ്പ് ചെയ്യും. Certain package may facilitate dispensing of the product. Okay, നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി മീറ്റർ ചെയ്തെടുക്കാനും ചില പാക്കേജിംഗ് മെറ്റീരിയൽസ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് അവിടെ പറയുന്നത്. നിങ്ങൾ ചില കൂടുതലായിട്ട് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആണ് ഇങ്ങനെയൊക്കെ പാക്കേജ് ചെയ്ത് കാണാറുള്ളത് അല്ലെ. നമ്മൾ 10 ml നമുക്ക് ചില മരുന്നുകളൊക്കെ 10 ml ആണ് കൺസ്യൂം ചെയ്യേണ്ടത് ആണെങ്കിൽ അതിന്റെ മുകളിൽ കാണാം ഡിസ്പെൻസിങ് ആയിട്ടുള്ള രീതി, നമ്മൾ പ്രസ് ചെയ്തിട്ട് ഡിസ്പെൻസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള പാക്കേജിംഗ് മെറ്റീരിയൽ കാണാം. കറക്റ്റ് 10 ml അളന്നിട്ട് എടുക്കാനുള്ള രീതിയിലൊക്കെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ID ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് അവര് ഒരു ഉഴുന്നുവട ഉണ്ടാക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടാവും. ആ ഒരു പാക്കേജിങ് പല ന്യൂസിലും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ട് വരുന്നതാണ്. അതിന്റെയൊക്കെ ഈ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടയോട് കൂടിയിട്ട് നമുക്ക് ഡിസ്പെൻസ് ചെയ്ത് എണ്ണയിലേക്ക് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒന്നാമത് നമുക്ക് ഫുഡിനെ ഡിസ്പെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജിങ്ങും അവൈലബിൾ ആണ്. ദാറ്റ് ഹെൽപ്പ് ടു ഡിസ്പെൻസ് ദ പ്രോഡക്റ്റ്. അതായത് പ്രൊഡക്റ്റിന് നമുക്ക് വേണ്ട അളവിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്പെൻസിങ് മെക്കാനിസം കൂടി കൊടുത്തിട്ടുള്ള പാക്കേജസ് അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. So these are the main functions of food packaging. Broadly, you can say that the major functions of packaging are protection, preservation, and promotion. Protection എന്ന് പറഞ്ഞാൽ ക്ലൈമാറ്റിക് ഹസാർഡ്സ്, ബയോളജിക്കൽ ഹസാർഡ്സ്, മെക്കാനിക്കൽ ഹസാർഡ്സ് എന്നൊക്കെ നമ്മുടെ ഫുഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതുപോലെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി കൂടുതൽ കാലം നമുക്ക് ഫുഡിനെ ഉപയോഗിക്കാൻ വേണ്ടി, സ്പോയിലേജ് ഇല്ലാതെ ഉപയോഗിക്കാൻ വേണ്ടി പ്രിസർവേഷൻ ഉള്ള ഒരു ഫംഗ്ഷൻ. അതുപോലെ തന്നെ പ്രൊമോഷൻ, നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ആ കൺസ്യൂമറിനെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ടെംപ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കാതെ ഈ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ കണ്ടിട്ട് തന്നെ കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാനുള്ള ഫംഗ്ഷനും പാക്കേജിംഗ് മെറ്റീരിയൽ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്? ക്ലൈമാറ്റിക് ഹസാർഡ്സ് നിന്ന്, അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിൽ നിന്ന്, ഓക്സിജനിൽ നിന്ന്, ലൈറ്റിൽ നിന്ന്, ഹീറ്റ്, കോൾഡ്, റെയിൻ, ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മിൽക്ക് തന്നെ നമ്മൾ മുന്നേ ഡയറി ടെക്നോളജി പഠിച്ചപ്പോൾ പറഞ്ഞു, മിൽക്ക് സാധാരണയായിട്ട് നമ്മൾ ഗ്ലാസ് ബോട്ടിൽസിൽ ഒക്കെ പാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പണ്ട് കാലങ്ങൾ അങ്ങനെ പാക്ക് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ബ്രൗൺ ബോട്ടിൽസിലൊക്കെയാണ് പാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാർക്ക് എന്താ പറയാ ഒരു ഗ്രീൻ കളർ ബോട്ടിൽസ് കണ്ടിട്ടില്ലേ, ബോട്ടിൽ ഗ്രീൻ കളർ അങ്ങനത്തെ കുപ്പികളിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ലൈറ്റിന്റെ എൻട്രൻസിനൊക്കെ അതിന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ പോളിത്തീൻ ലൈനിങ് കൊടുത്തിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ അത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ നമുക്ക് ക്ലൈമാറ്റിക് ഹസാർഡ്സ് പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു ഫാക്ടറും കൂടെ പാക്കേജിംഗ് മെറ്റീരിയൽ ചെയ്യുന്നുണ്ട്. ഈ ബയോളജിക്കൽ ഹസാർഡ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസെക്റ്റിൽ നിന്നോ ബാക്ടീരിയെന്നോ മോൾഡിന്നോ മൈറ്റിന്നോ റോഡൻസിനോ ബേർഡ്സിനോ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പാക്കേജിംഗ് മെറ്റീരിയൽ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ ട്രാൻസ്പോർട്ടേഷനും ഡിസ്ട്രിബ്യൂഷനും കേസിൽ പറഞ്ഞു, മെക്കാനിക്കൽ ആയിട്ടുള്ള ഡാമേജിൽ നിന്നും, അതായത് ഇമ്പാക്ട് വഴിയോ അല്ലെങ്കിൽ വൈബ്രേഷൻ വഴിയോ കംപ്രഷൻ വഴിയോ ഒക്കെ എന്തെങ്കിലും മെക്കാനിക്കൽ ഡാമേജിൽ നിന്നൊക്കെ
പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കേജിംഗ് മെറ്റീരിയൽ സഹായിക്കാറുണ്ട്. ഇത് കൂടുതലായിട്ട് നമ്മൾ കാണാറ് വെജിറ്റബിൾസിന്റെ കേസിലാണ് അല്ലെ. ടൊമാറ്റോ പോലത്തെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചതുങ്ങി പോവാറുണ്ട്. നമ്മൾ അപ്പം എന്താണ് ചെയ്യാറ്, കൊറിഗേറ്റിലായിട്ട് അല്ലെങ്കിൽ കാർഡ്ബോർഡ് ആയിട്ടുള്ള ബോക്സസിലൊക്കെയാണ് ഇത് വരുന്നതായിട്ട് കാണാറ് അല്ലെ. നമുക്ക് ഈ മെക്കാനിക്കൽ ഷോപ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പേർപ്പസിലാണ് അങ്ങനെ നമ്മളത് പാക്കേജ് ചെയ്ത് കാണാറുള്ളത്. സോ ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് പാക്കേജിംഗ്. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ, പ്രിസർവേഷൻ ആൻഡ് പ്രൊമോഷൻ, ഇത് മൂന്ന് കാര്യങ്ങളാണ് പാക്കേജിംഗ് മെറ്റീരിയൽ ചെയ്യുന്നത് എന്നുള്ളത്. അതിന്റെ എലാബറേറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു, അതിന്റെ ഇമ്പോർട്ടൻസ് കണ്ടു, പാക്കേജിംഗ് മെറ്റീരിയലിന്റെ ഡെഫിനിഷനും കണ്ടു. ഇനി ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് പാക്കേജിംഗ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫങ്ഷൻസ് ഓഫ് പാക്കേജിംഗ് നിന്ന് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് പാക്കേജിംഗ് പറയാം. ഇറ്റ് ഇസ് ടു പ്രിസർവ്, protect and maintain the content in a fit and palatable condition to withstand the chosen selling and distribution method, to furnish a design and appearance which should be attractive to the consumer, easy to open, store and dispose of, to provide an economical container, to make it easy and safe to transport, to minimize, to prevent or minimize loss of the product, to provide a convenient means for dispensing the product. Okay, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് അറിയാത്ത മനസ്സിലാത്ത പോയിന്റ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്ലിയർ ആണോ? ഞാൻ ഈ ഒബ്ജക്റ്റീവ്സ് ഞാൻ ജസ്റ്റ് വായിച്ചു പോയതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് റിക്വയർമെന്റ് ഓഫ് കണ്ടെയ്നറിലേക്ക് പോവാം. നമ്മളിപ്പോ ഇത്രയും നേരം പല ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും പറഞ്ഞു. നമ്മളൊരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റത്തെ കാര്യം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി നോൺ ടോക്സിക്. നമ്മൾ ആ ഒരു പാക്കേജിംഗ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫുഡ് കോമോഡിറ്റിക്ക് ഒരു തരത്തിലുള്ള പോയ്സൺ അല്ലെങ്കിൽ ടോക്സിസിറ്റിയും വരാൻ വേണ്ടി പാടില്ല. അത് കൺസ്യൂം ചെയ്യുന്നത് വഴി നമുക്കും ഒരു തരത്തിലുള്ള ഹാമും വരാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. അത് നോൺ ടോക്സിക് ആയിരിക്കണം അല്ലെ. നമ്മൾ ഭയങ്കര ഇപ്പം ഒരു സമയത്ത് ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു എപ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമ്മൾ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോഴും കാണാതെ നമ്മൾ മിനറൽ ബോട്ടിൽസ് ഒക്കെ റിപ്പീറ്റഡ്ലി യൂസ് ആൻഡ് ത്രോ ആണ് അവർ പറയാറ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഒരുപാട് കാലം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ടോക്സിക്. അതിന്റെ അകത്ത് ക്യാൻസറസ് ആയിട്ടുള്ള പല സബ്സ്റ്റൻസസും റിലീസ് ആവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഹീറ്റ് തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് നമുക്ക് ആരോഗ്യത്തിന് ഭയങ്കര കേടുണ്ടാക്കുന്നതുകൊണ്ടൊക്കെയാണ് അങ്ങനെ കാണാറ് അല്ലെ. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇപ്പൊ ഒരുപാട് അങ്ങനെ കാണാറുണ്ട്. ഇപ്പം സമ്മർ സീസൺ കൂടെ ആയതുകൊണ്ട് നമ്മൾ കാണാറുണ്ട് വളരെ ലോ ക്വാളിറ്റി മിനറൽ ബോട്ടിൽസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസ്പോസ് ചെയ്യാൻ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തെന്നൊക്കെ കാണാറുണ്ട്. ഈ ഒരു കാര്യത്തിനെ കൊണ്ടാണ് അത് പറയുന്നത്. അത് ടോക്സിക് ആവാൻ പാടില്ല, കൺസ്യൂമർക്കും അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനും ടോക്സിസിറ്റി ഒന്നും വരാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. നെക്സ്റ്റ് കാര്യം പറയുന്നത് ഇറ്റ് ഷുഡ് ബി കോമ്പാറ്റബിൾ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള, അതിന് സൂട്ടബിൾ ആയിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് പറ്റാത്തൊരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരിക്കലും നമ്മൾ അത് റാപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഫോർ എക്സാമ്പിൾ ലിക്വിഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിനെ പാക്ക് ചെയ്യില്ല ഒരിക്കലും. ഓക്കെ, പേപ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാക്കേജിംഗ് മെറ്റീരിയൽ. പേപ്പർ യൂസ് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞ ലിക്വിഡ് കോമഡിറ്റീസിനെ പാക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഓരോ കോമഡിറ്റി എടുത്തു കഴിഞ്ഞാലും അതിന് സൂട്ടബിൾ ആയിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ എന്താണോ അത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പിക്കിൾസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ മെറ്റൽ കണ്ടെയ്നേഴ്സിൽ അത് കാണാറില്ല, കാരണം എസിഡിക് ആണ്. പിക്കിൾസ് ഒക്കെ എസിഡിക് ആണ്. അപ്പൊ നമ്മൾ മെറ്റൽ കണ്ടെയ്നേഴ്സിൽ അത് സൂക്ഷിക്കാറില്ല. നമ്മൾ കൂടുതലായിട്ടും ഗ്ലാസ് ബോട്ടിൽസിൽ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ പൗച്ചസിലൊക്കെയാണ് അച്ചാർ വരുന്നത് കാണാറ് അല്ലെ. നമ്മൾ എന്തുകൊണ്ടാണ് അത് മെറ്റൽസിൽ വെക്കാത്തത്? ബിക്കോസ് ഓഫ് ദ എസിഡിക് പ്രോപ്പർട്ടി ഓഫ് പിക്കിൾസ്. ഓക്കെ, സോ അത്തരത്തിൽ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ വേണം സെലക്ട് ചെയ്യാൻ. ദെൻ സാനിറ്ററി പ്രൊട്ടക്ഷൻ, നമ്മൾ അതിന് ഹൈജീനിക് സാനിറ്ററി പ്രൊട്ടക്ഷൻ കൂടി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാക്കേജിംഗ് മെറ്റീരിയലിന് പറ്റണം. ദെൻ മോയ്സ്ചർ ആൻഡ് ഫാറ്റ് പ്രൊട്ടക്ഷൻ, നമുക്കറിയാം മോയ്സ്ചർ കടത്തിവിടാനോ അല്ലെങ്കിൽ പുറമേക്കോ അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻസൈഡ് ഒന്നും അബ്സോർബ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതേപോലെ തന്നെ ഗ്യാസ് ആൻഡ് ഓഡർ പ്രൊട്ടക്ഷനും എൻഷുർ ചെയ്യണം. ഇപ്പം എന്തെങ്കിലും ബാഡ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് പുറമേക്കും, അതുപോലെ തന്നെ ഗുഡ് അരോമ ഒക്കെ ആ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ വിത്തിൻ തന്നെ ട്രാപ്പ് ചെയ്യാനും മെറ്റീരിയലിന് സാധിക്കണം, പാക്കേജിംഗ് മെറ്റീരിയലിന് സാധിക്കണം. അപ്പൊ അതൊക്കെയാണ് ഒരു ഗുഡ് പാക്കേജിംഗ് മെറ്റീരിയലിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യമാണ് അതിന്റെ സ്ട്രെങ്ത് പ്രോപ്പർട്ടി, അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്, ബേർസ്റ്റിംഗ് സ്ട്രെങ്ത്, ടേണിംഗ് സ്ട്രെങ്ത്, വാട്ടർ വേപ്പർ പെർമിയബിലിറ്റി, ഗ്രീസ് പെർമിയബിലിറ്റി, ഓയിൽ പെർമിയബിലിറ്റി, ഹീറ്റ് സീലബിലിറ്റി, ഇത്രയും സ്ട്രെങ്ത് പ്രോപ്പർട്ടീസും നമ്മൾ നോക്കണം. ഇതിന് വേണ്ടിയിട്ട് പല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.
അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ അതിന്റെ ഹെൽത്ത് പ്രോപ്പർട്ടീസും കൂടെ നോക്കാമെന്ന് മനസ്സിലാക്കുക. Now moving on to the food packaging material. നമ്മൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഫുഡ് പാക്കേജിംഗ് മെറ്റീരിയലിനെ രണ്ട് മെയിൻ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തേത് റിജിഡ് പാക്കേജിംഗ് മെറ്റീരിയൽ ആൻഡ് രണ്ടാമത്തത് ഫ്ലെക്സിബിൾ പാക്കേജിംഗ് മെറ്റീരിയൽ. റിജിഡ് പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പേരിൽ പറയുന്ന പോലെ തന്നെ റിജിഡ് ആയിട്ടുള്ള ഫേം ആയിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽസിനാണ് നമ്മൾ റിജിഡ് പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറയാം. അതായത് നമ്മൾ വെറുതെ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബെൻഡ് ആവില്ല, അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ചെറിയൊരു മെക്കാനിക്കൽ ഫോഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന പാക്കേജിംഗ് മെറ്റീരിയലാണ് നമ്മൾ റിജിഡ് പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മെറ്റൽ ക്യാൻസ്, അതുപോലെ ഗ്ലാസ് കണ്ടെയ്നേഴ്സ്, റിജിഡ് പ്ലാസ്റ്റിക് പാക്കേജസിനൊക്കെയാണ് നമ്മൾ റിജിഡ് പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പേപ്പർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് ഒക്കെ വരുന്നതാണ് നമ്മുടെ ഫ്ലെക്സിബിൾ പാക്കേജിംഗ് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. സോ അതിന്റെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് വൺ റിജിഡ് പാക്കേജിംഗ് മെറ്റീരിയൽ. അതിൽ ആദ്യത്തേതാണ് മെറ്റൽ ക്യാൻസ്. മെറ്റൽ ക്യാൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ എന്താ പറയാ പെപ്സി അതുപോലെ കൊക്കോകോള ഒക്കെ വരുന്ന ക്യാൻസ് കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നമ്മൾ ടിൻഡ് ആയിട്ടുള്ള ഫിഷസ്, ടിൻഡ് ട്യൂണ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ നമ്മൾ കാണാറുണ്ട് മെറ്റൽ ക്യാൻസിൽ വരുന്നത്. കൂടുതലായിട്ടും ഇത് ഹീറ്റ് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റിനാണ് മെറ്റൽ ക്യാൻസ് പാക്ക് ചെയ്യാറ്. കാനിങ് ചെയ്യുന്നത് കാനിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഹീറ്റ് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റിനാണ് നമ്മൾ ക്യാനിൽ പാക്ക് ചെയ്യുന്നതായിട്ട് കാണാറുള്ളത്. സോ ഈ ക്യാൻസ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് ടിൻ പ്ലേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അലൂമിനിയം വെച്ചിട്ട് ഓർ ടിൻ ഫ്രീ ആയിട്ടുള്ള സ്റ്റീൽ വെച്ചിട്ടൊക്കെയാണ് മെറ്റൽ ക്യാൻസ് ഉണ്ടാക്കാറുള്ളത്. അതുപോലെ ഈ ടിൻസിന് നമ്മൾ ലാക്കർ കോട്ടിംഗ് കൂടി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ദ ലാക്കർ, അതായത് നമ്മൾ ഈ കൊടുക്കുന്ന കോട്ടിങ്ങിന്റെ എന്ത് കോട്ടിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ഫുഡ് സ്റ്റഫ് ആണോ അതിനുള്ള പാക്ക് ചെയ്തത് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ലാക്കർ കോട്ടിംഗ് ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ സൾഫർ റെസിസ്റ്റന്റ് ഇന്റേണൽ ലാക്കർ, യൂഷ്വലി സിങ്ക് ഓക്സൈഡ് oleoresins ആർ യൂസ്ഡ് ഫോർ മീറ്റ് പ്രൊഡക്റ്റ് ടു ചെക്ക് ദ ഡിസ്കളറേഷൻ. നെക്സ്റ്റ് റിജിഡ് പാക്കേജിംഗ് ആണ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. ഗ്ലാസ് കണ്ടെയ്നേഴ്സ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ് അല്ലെ. പല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറി പ്രൊഡക്റ്റ്, നമ്മുടെ പാല്, അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ നമ്മൾ ഈ ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ വരുന്നതായിട്ട് കാണാറുണ്ട്. ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് versatile packages that is used in food packaging. The advantages of glass containers are it is chemically inert in nature, it has got excellent product visibility. നമുക്ക് വളരെ പെട്ടെന്ന് പ്രൊഡക്റ്റിനെ പുറമേ നിന്ന് തന്നെ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഇപ്പൊ പാലാണെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്ക് പുറമേ നിന്ന് നോക്കിയിട്ട് കേടുണ്ടോ അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി ആണോ എന്നൊക്കെ നമുക്ക് പ്രിലിമിനറി ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഗ്ലാസ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, it is an excellent barrier to solid, liquid and gases. It is molded into different shapes and sizes. It can withstand sterilization temperature. അതുപോലെ it is refillable. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസും കൂടെ ഉണ്ട്. ഭയങ്കര ഫ്രജൈൽ ആണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുപോലെ ഹെവി വെയിറ്റ് ആണ്, നമുക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഡിസ്പോസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല ഫോംസിലും ഈ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ, അതായത് നമ്മുടെ ഗ്ലാസിന്റെ പല ടൈപ്പ് ഓഫ് പാക്കേജിംഗ് ഫോംസ് കാണാറുണ്ട്. ബോട്ടിൽസ് ആയിട്ടും ജാറായിട്ടും ടംബ്ലർ ആയിട്ടും ജഗ് ഒക്കെ ആയിട്ടും നമുക്കിത് കാണാൻ പറ്റും. ഇനിയുള്ളതാണ് റിജിഡ് പ്ലാസ്റ്റിക് പാക്കേജസ്. ഓക്കെ, നമുക്ക് റിജിഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയാ, നമുക്ക് പ്ലാസ്റ്റിക് പാക്കേജ് നമുക്കറിയാം, LDP ഉണ്ട്, HDP ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് പാക്കേജസ് ഉണ്ട്. അതിൽ തന്നെ റിജിഡ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് HDP, നമ്മുടെ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, അതുപോലെ PVC, PS, PP, ഇതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന റിജിഡ് പ്ലാസ്റ്റിക് പാക്കേജസ് എന്ന് പറയുന്നത്. thermoform trays have many food applications ranging from meat tray to polystyrene foam tray for egg. Plastic used are HDPE, PVC, polystyrene and PP. Polypropylene. Specific plastic selected depends on the food package and storage requirement needed. Advantage എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആണ്, ഫാബ്രിക്കേഷൻ വളരെ ഈസി ആണ്. പിന്നെയുള്ള പാക്കേജിംഗ് ആണ് വുഡൻ ബോക്സസ് ആൻഡ് ക്രേറ്റ്സ്. ഓക്കെ, നമ്മളിത് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് വുഡൻ ബോക്സസും ക്രേറ്റ്സും പാക്കേജിംഗിന് വേണ്ടിയിട്ട്. ദേ ആർ യൂഷ്വലി സോളിഡ് വാൾഡ് റെക്ടാങ്കുലർ ഇൻ ഷേപ്പ് nailed containers which are of different sizes. Wooden crates എന്ന് പറയുന്നത് they are light in weight and there are spaces that are left between the board. ഇത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്.
Then we have flexible packages. ഈ പറയുന്ന നമ്മൾ റിജിഡ് പാക്കേജസിനെ പറ്റിയിട്ടാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇത് കൂടാതെ നമുക്ക് ഫ്ലെക്സിബിൾ പാക്കേജസ് കൂടി അവൈലബിൾ ആണ്. ഫ്ലെക്സിബിൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ കെച്ചപ്സ് അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വരുന്നത് കാണാറുണ്ട് അല്ലെ ഈ ഒരു ഫ്ലെക്സിബിൾ പാക്സിൽ. സോ എന്താണ് ഒരു ഫ്ലെക്സിബിൾ പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പാക്കേജിംഗ് വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ബീങ് റെഡിലി ഡിഫോംഡ് ബൈ ഹാൻഡ്. നമ്മൾ വെറുതെ ഒന്ന് കൈ വെച്ചിട്ട് നമുക്കൊന്ന് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ റെഡിലി ഡിഫോംഡ് ആവുന്ന പാക്കേജിംഗ് മെറ്റീരിയൽസിനാണ് നമ്മൾ ഫ്ലെക്സിബിൾ പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറയാം. ഇറ്റ് ഇൻക്ലൂഡ്സ് being bent, flexed or twisted is referred to as flexible packaging. അതിന്റെ എക്സാമ്പിൾ ആണ് ബാഗ്സ് അല്ലെങ്കിൽ ബബിൾ റാപ്ഡ് ട്യൂബ്സ്, സ്റ്റാൻഡപ്പ് പൗച്ചസ്, അതുപോലെ ഫോം കുഷനിങ് മെറ്റീരിയൽസ് ഒക്കെ. സോ നമുക്ക് ഇനി നോക്കാനുള്ളത് ഫ്ലെക്സിബിൾ പാക്കേജിംഗ് മെറ്റീരിയൽ എക്സാമ്പിൾസ് ആണ്. അലൂമിനിയം ഫോയിൽ വരുന്നുണ്ട്, അതുപോലെ പേപ്പർ ബോർഡ്, അതുപോലെ പ്ലാസ്റ്റിക്സ്, പോളിത്തിലീന്, പോളിപ്രൊപ്പിലീന്, പോളിയമൈഡ്, സെല്ലോഫ് എന്നൊക്കെ പറഞ്ഞിട്ട് we have got different flexible packages. അതിൽ ആദ്യത്തെ കേസ് നമുക്ക് അലൂമിനിയം ഫോയിൽ. അലൂമിനിയം ഫോയിൽ ഇപ്പം നമുക്ക് കോമൺലി ഇപ്പൊ കാണുന്നതാണ് അലൂമിനിയം ഫോയിൽ പാക്കേജ് ചെയ്ത് വരുന്നത്. ചീസ് പോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ പാക്കേജ് ചെയ്ത് വരുന്നത് കാണാം. അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് അലൂമിനിയം ഫോയിലിന്റെ 0.025 to 0.15 millimeters ആണ്. ഫ്ലെക്സിബിൾ പൗച്ചസ് ഓഫ് ദീസ് ലാമിനേറ്റ്സ് ആർ യൂസ്ഡ് ഫോർ പാക്കേജിംഗ് ഡീഹൈഡ്രേറ്റഡ് മീറ്റ്. അതുപോലെ ഇറ്റ് ഗിവ്സ് കളർഫുൾ ആൻഡ് ഡെക്കറേറ്റീവ് പ്രിന്റിംഗ് ബേസ് ഇൻ പാക്കേജിംഗ് ലേബൽ. ഇറ്റ് ഇസ് ആൻ എക്സലന്റ് ഓൾ ബാരിയർ പ്രോപ്പർട്ടീസും കൂടെ ഉണ്ട് അലൂമിനിയം ഫോയിലിന്റെ. എക്സലന്റ് ഓൾ ബാരിയർ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് അലൂമിനിയം ഫോയിൽ ഇസ് എ ബെസ്റ്റ്, ഇസ് എ വെരി ഗുഡ് ഫ്ലെക്സിബിൾ പാക്കേജിംഗ് മെറ്റീരിയൽ. Then we have cellulose based material. പേപ്പർ, അതുപോലെ പേപ്പർ ബോർഡ് ഉണ്ട്. They are let's see in detail. Paper, first one paper എന്ന് പറയുന്നത് it is defined as a matted sheet which is usually composed of plant fiber. Paper has been commercially made from such fiber sources such as rags, linen, baggage, cotton, straw വെച്ചിട്ടൊക്കെയാണ് കൂടുതലായിട്ടും പേപ്പർ ഉണ്ടാക്കുക. Modern paper is made almost exclusively from cellulose fiber derived from wood chips after acid or alkaline hydrolysis. So scientifically, by science നമ്മൾ പേപ്പറിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ the term paper refers to material with a grammage less than 225 gram per square meter. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. പേപ്പറിന്റെ ഗ്രാമേജ് പറയുന്നത് ലെസ് ദാൻ 225 grams per meter square ആണ്. പേപ്പർ ഹാസ് എ നമ്പർ ഓഫ് അഡ്വാൻറ്റേജസ് ആസ് ഫുഡ് പാക്കേജിംഗ് മെറ്റീരിയൽ. മെയിൻ ആയിട്ട് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ് ഇൻ മെനി ഗ്രേഡ് ആൻഡ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഡിഫറെന്റ് ഫോം. നമുക്ക് ആവശ്യമുള്ള ഗ്രേഡിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫോമിലേക്ക് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനും പറ്റും. പേപ്പർ നമുക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. അതായത് ബോക്സ് ആയിട്ടോ കാർട്ടൺസ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്യാനും വേണ്ടി പറ്റും. ബയോഡിഗ്രേഡബിൾ ആണ്, നമുക്ക് ഡിസ്പോസ് ചെയ്യാനും വളരെ ഈസി ആണെന്നുള്ള അഡ്വാൻറ്റേജസ് ഒക്കെയാണ് പേപ്പറിനുള്ളത്. It can be easily combined with other material to make laminated or coated packs and can be produced with different degree of opacity. അല്ലെ, നമുക്കിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും ഒരു ലിക്വിഡ് പ്രൊഡക്റ്റിനെ ഹോൾഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് പേപ്പർ പറ്റില്ല. പക്ഷെ ഈ പേപ്പറിൽ തന്നെ നമ്മൾ കോട്ടിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ, പല ലെയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ടെട്രാ പാക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന് പേപ്പറും അലൂമിനിയവും പോളിത്തീനും ഒക്കെ വേരിയസ് ലെയേഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ടെട്രാ പാക്ക് ഉണ്ടാക്കുന്നത് അല്ലെ. 6 ലെയേഴ്സ് ഉണ്ട്, നമുക്കറിയാം ടെട്രാ പാക്കിൽ 6 ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും മിനിമോസ് ലെയർ പോളിത്തീൻ ആയിരിക്കും. പിന്നെ നമുക്ക് അതിൽ പേപ്പർ കൊടുത്തിട്ടുണ്ടാവും, അലൂമിനിയം കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഡിഫറെന്റ് ലെയേഴ്സ് കൊടുക്കുമ്പോഴാണ് നമുക്കൊരു ടെട്രാ പാക്ക് കിട്ടുന്നത്. അപ്പം പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് പല ലെയേഴ്സിന്റെ കൂടെ, പല പാക്കേജിംഗ് മെറ്റീരിയലിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുള്ളൊരു ഹെൽപ്പും കൂടെ പേപ്പർ ചെയ്യുന്നുണ്ട്. So different types of paper are used in packaging, namely tissue paper, coated, അതായത് varnish or wax coated papers ഉണ്ട്. Then we have butter paper. നമ്മുടെ എന്താ പറയുക, ബട്ടർ ഒക്കെ വാങ്ങിക്കുമ്പോൾ കാണാനല്ലേ ബട്ടർ പേപ്പേഴ്സിൽ വെച്ചിട്ടാണ് ഇതൊക്കെ വരാറുള്ളത്. അതുപോലെ നമ്മൾ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ കാണാറുണ്ട് ബട്ടർ പേപ്പർ ലൈൻസ് വെച്ചിട്ടാണ് കേക്ക്സ് ഒക്കെ, കപ്പ് കേക്ക്സ് ഒക്കെ വരാറുണ്ട്. അതുപോലെ ഡിഫറെന്റ് പേപ്പേഴ്സ് വി കൻ യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് പാക്കേജിംഗ്. വെജിറ്റബിൾ പാച്ച്മെന്റ് പേപ്പർ, ഹൈ ഗ്ലോസ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് ആർ അവൈലബിൾ ആസ് പാക്കേജിംഗ് മെറ്റീരിയൽ. Paper as a packaging material has many advantages, like it can be produced in many grade and can be converted to many different forms, especially boxes or carton. It is recyclable and biodegradable and can be easily combined with other material to make laminated or coated pack produced with different degree of opacity. I'm already പറഞ്ഞ ഒരു point ആണ്. Then we have got paper board, which is a generic term covering box board, അല്ലെങ്കിൽ കാർഡ്ബോർഡ്, കാർട്ടൺ ബോർഡ്, ക്ലിപ്പ് ബോർഡ്, കൊറുഗേറ്റഡ് അല്ലെങ്കിൽ സോളിഡ് ഫൈബർ ബോർഡ്സ് എന്നൊക്കെ പറയുന്ന ജനറൽ നെയിം ആണ് പേപ്പർ ബോർഡ് എന്ന് പറയുന്നത്. ബോർഡ്സ് ആർ സിമിലർ ടു പേപ്പർ ബട്ട് ദേ ആർ തിക്കർ. പേപ്പർ പോലെ തന്നെയാണ്, പക്ഷെ പേപ്പറിനെക്കാളും തിക്കർ ആയിരിക്കും.
പേപ്പർ ബോർഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ബെറ്റർ മെക്കാനിക്കൽ ഡാമേജ്. പേപ്പർ തരുന്നതിനേക്കാൾ കൂടുതൽ മെക്കാനിക്കൽ ഡാമേജ് പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടിയിട്ട് പേപ്പർ ബോർഡിന് സഹായിക്കും. ഓക്കെ, ISO സ്റ്റാൻഡേർഡ്സ് പറയുന്നത് മെറ്റീരിയൽ വെയിങ് മോർ ദാൻ 250 gram per square meter. നേരത്തെ നമ്മൾ കണ്ടു 225 ആയിരുന്നു പേപ്പറിന്റെ കേസിൽ. പേപ്പർ ബോർഡ് ആകുമ്പോൾ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ട്. 250 gram per square meter ആണ് പേപ്പർ ബോർഡിന് പറയുന്ന ഗ്രാമേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേപ്പർ വിത്ത് ഡെൻസിറ്റി മോർ ദാൻ 180 gram per square meter is generally termed as paper board. Then we have got fiber board and cardboard boxes. Fiber board ന്റെയും കവർഡ് ബോക്സിന്റെയും കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മെയിൻലി യൂസ് ടു മേക്ക് ഷിപ്പിംഗ് കേസസ് ഫോർ ബൾക്ക് പാക്കേജിംഗ്. നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ബൾക്ക് പാക്കേജിംഗിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഫൈബർ ബോർഡ് അതുപോലെ കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഴ്സറ്റൈൽ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ ലൈറ്റ് ലോ കോസ്റ്റ് ആണ്. ഡിസ്അഡ്വാൻറ്റേജ് ഇസ് ദ ലോ വെറ്റ് സ്ട്രെങ്ത്. ഒക്കെ നനഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ പെട്ടെന്നത് നമുക്ക് ഉപയോഗശൂന്യമാവുന്നുള്ളതാണ് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഉള്ള പാക്കേജിംഗ് മെറ്റീരിയൽ ആണ് പ്ലാസ്റ്റിക്സ്. അതിൽ നമുക്ക് പോളി എത്തിലീൻ ഉണ്ട്. Then we have got polypropylene, PVC, PVDC, polyamide, polyester, cellophane, Serlin films, polystyrene. അതുപോലെ ഇത്രയും ഫിലിംസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പ്ലാസ്റ്റിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. അതില് ഫസ്റ്റ് വൺ ഇസ് പോളിയെത്തിലീൻ. വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പോളിയെത്തിലീൻ. ഇറ്റ് ഇസ് ദ പോളിമറൈസേഷൻ പ്രോഡക്റ്റ് ഓഫ് എത്തിലീൻ. എത്തിലിന്റെ പോളിമറൈസേഷൻ വഴിയാണ് നമുക്ക് പോളിയെത്തിലീൻ കിട്ടുന്നത്. പല ടൈപ്പ് ഓഫ് പോളിയെത്തിലീൻ ഉണ്ട്. ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ, ഹൈ മോളിക്കുലർ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ, ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ LLDP, അതുപോലെ തന്നെ വെരി ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. ഇതിന്റെയൊക്കെ കോ പോളിമേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ പോളിയെത്തിലീൻ നമ്മൾ LDP, HDP ആണ് ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കാറുള്ളത്. ദേ ഹാവ് എക്സലന്റ് sealability. Okay, they are excellent sealability. They have got good moisture barrier property. They have low temperature durability and good tear resistance. LDP നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഹീറ്റ് സീലബിൾ ആണ്, ഓർഡർ ഫ്രീ ആണ്, ഇറ്റ് വിൽ shrink when heated, and the main application of LDPE is it is used in pallet and agricultural film. അതുപോലെ ബാഗ്സിൽ കോട്ടിങ്സിന് വേണ്ടിയിട്ട് കണ്ടെയ്നേഴ്സിലൊക്കെയാണ് LDPE ഉപയോഗിക്കാറ്. അത് ലെസ് എക്സ്പെൻസീവ് ആണ്. ബാക്കി ഫിലിംസിനെ നോക്കുമ്പോൾ LDP is less expensive and is widely used in shrink or stretch wrapping. നമ്മൾ shrink പാക്കേജിംഗ് അല്ലെങ്കിൽ സ്ട്രെച്ച് റാപ്പിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഈ shrink പാക്കേജിംഗിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് LDP ആണ് അല്ലെ. നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പിസ്സ ഒക്കെ വരുമ്പോൾ അതിന് കൊടുക്കുന്ന കവറിങ് കണ്ടിട്ടില്ലേ, അത് LDP ആണ്. അല്ലെങ്കിൽ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണാം കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് വരുന്നത് കാണാറില്ലേ, അതിനൊരു ഒരു റാപ്പ് കൊടുത്തത് കണ്ടിട്ടില്ലേ, അതൊക്കെ ഈ പറയുന്ന LDP ആണ്. അതുപോലെ നമ്മൾ HDP നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിറ്റർജന്റ് ബോട്ടിൽസ് ഒക്കെ കാണാറില്ലേ, കുറച്ചുകൂടി കട്ടിയില്ല ഡിറ്റർജൻസ് വരുന്ന ബോട്ടിൽസ്, അതൊക്കെ ഈ HDP ആണ്. ഈ ഇൻസ്റ്റന്റ് ലിക്വിഡ് വാഷസ് ഒക്കെ കണ്ടിട്ടില്ലേ, വാഷിംഗ് മെഷീനിൽ കൊടുക്കുന്ന വാഷസ് ഒക്കെ HDP ആണ് ആ മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ HDP വരുമ്പോൾ ഇറ്റ് ഇസ് സ്ട്രോങ്ങർ, ഇറ്റ് ഇസ് തിക്കർ, ഇറ്റ് ഇസ് ലെസ് ഫ്ലെക്സിബിൾ. LDP-നെക്കാട്ടിലും ഫ്ലെക്സിബിലിറ്റി കുറവാണ്. ഇറ്റ് ഇസ് മോർ ബ്രിട്ടിൽ ദാൻ LDP. ബട്ട് ഇറ്റ് ഇസ് ഹൗഎവർ waterproof ആണ്, chemically resistant ആണ്. Generally, polyethylene is used for packaging processed and fresh meat, cheese, etc. HDPE is used in making containers, milk and detergent bottle, bags, and industrial wrapping. ഓക്കെ, ഇനി ഡെൻസിറ്റി റേഞ്ച് നമ്മൾ പറഞ്ഞു LDP ഉണ്ട്, HDP ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിൽ LDPന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.91 to 0.925 gram per cubic centimeter ആണ്. മീഡിയം ഡെൻസിറ്റി പോളിയെത്തിലീൻ വരുമ്പോൾ 0.926 to 0.940 gram per cubic centimeter ആണ്. HDPന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.941 to 0.945 gram per cubic centimeter ആണ്. ഇതിന്റെ ഡെൻസിറ്റി ഗ്രേഡ്സ് ഡസൻ ഡിഫർ കെമിക്കലി. Physical properties vary to some extent. Polyethylene is inert chemically. It is insoluble in organic solvent up to 60 degrees Celsius. It is tasteless, odorless, and non-toxic. General properties ആണ് പറയുന്നത്. അതുപോലെ good impact and air resistance ഉണ്ട്. Melting point എന്ന് പറയുന്നത് 110 to 115 degrees Celsius ആണ്. Heat sealability is best with liquid tight seal. It has got very low permeability to water vapor, very high permeability to oxygen and carbon dioxide. HDP is 3 times less permeable to water vapor than LDP. General properties ആണ് പറയുന്നത്. You can just read through. Next, polypropylene.
Polypropylene നമ്മൾ പറയുന്നത് breathable film എന്നാണ്. Okay, it does not provide good gas barrier, but it is used mainly for moisture barrier properties. Okay, gas barrier properties കുറവാണ്, പക്ഷെ നല്ല moisture barrier properties കൊടുക്കുന്ന breathable films നമ്മൾ polypropylene എന്ന് പറയാം. And for temperature resistance in retort and pasteurized packaging also we go for polypropylene. ഈ മെറ്റീരിയൽ polypropylene എന്ന് പറഞ്ഞാൽ it has got high gloss, അതുപോലെ good clarity and excellent crack resistance. The packaging material made of polypropylene are mainly used for bottles, jars, crisp packets, biscuit wrappers, and boil in bag film among many other applications. Then we have got PVC and PVDC. PVC എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇത് രണ്ടും polymerization products തന്നെയാണ്. PVC is prepared by the polymerization of vinyl chloride in the presence of suitable catalyst. PVC is very hard and brittle and it is used in the packaging of pickles and edible oil. PVDC എന്ന് പറയുന്നത് polyvinylidene chloride എന്ന് പറയുന്നത് it is again clear and very non-toxic. It has got very low permeability to gas and water vapor. It is used for packaging of meat, sausage and cheese. Polyamide ഉണ്ട്. Polyamide വരുന്നത് നമ്മുടെ nylon 6, അതുപോലെ nylon 11, nylon 12 എന്നൊക്കെ പറയുന്നതാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന polyamides. Okay, they are generally known as nylon. Polyamide എന്ന് പറഞ്ഞാൽ they are generally called as nylon. Trade name എന്ന് പറയുന്നത് nylon ആണ്. They are combination of diamines and diacid. Inert in nature, they have got heat resistant due to high softening and melting point. It has got excellent mechanical strength. It is grease resistant. It has got low permeable. It is low permeable to gases. It is an highly permeable, fairly permeable to water vapor. Examples നമ്മൾ പറഞ്ഞു nylon 6, nylon 11, nylon 12 ഒക്കെയാണ് കൂടുതലായിട്ട് പാക്കേജിംഗ് യൂസ് ചെയ്യാറുള്ളത്. Then we have polyester, which is a condensation product of polyalcohol with diacid or its anhydride. Okay, നമ്മൾ പെറ്റ് ബോട്ടിൽസ് നമുക്ക് കേട്ടിട്ടില്ലേ, അതായത് polyethylene terephthalate എന്ന് പറയുന്ന ബോട്ടിൽസ്, പെറ്റ് ബോട്ടിൽ നമ്മൾ ഈ എന്താ പറയാ ഫ്രൂട്ട് ഒക്കെ വാങ്ങിക്കുന്ന ബോട്ടിൽ ഇല്ലേ, അതിനെ നമ്മൾ പെറ്റ് ബോട്ടിൽ എന്ന് പറയാം. Okay, this most important in food packaging is the PET one, which is a condensation product of ethylene glycol and terephthalic acid. It can be molded in any shape. PET is a very good, strong, transparent, glossy film which has got good moisture and gas barrier property. അതൊന്ന് നോട്ട് ചെയ്യാം. PET ബോട്ടിൽസിന് ഭയങ്കര സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ എക്സലന്റ് മോയ്സ്ചർ ആൻഡ് ഗ്യാസ് ബാരിയർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് അൺബ്രേക്കബിൾ. It is used for the carbonated drinks and boil in packs. Okay, നമ്മൾ കാണാറില്ലേ പാക്കറ്റോട് കൂടി ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്ത് കിട്ടുന്നത് അല്ലെങ്കിൽ ചൂടായി കിട്ടുന്ന പ്രൊഡക്ട്സിനെ പറ്റിയൊക്കെ ഇപ്പം കൂടുതലായിട്ടും കാണാറുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് പെറ്റ് ബോട്ടിൽസ് ആണ്. It is transparent, exceptionally strong oriented film. It is mainly used for the packaging of processed meat, cheese, candy and coffee. Then നമുക്ക് cellophane ഉണ്ട്, which is made from natural polymer cellulose. It is suitably coated on one or both sides to impart desirable functional property. The coatings are usually given with nitrocellulose, PVDC അല്ലെങ്കിൽ PE. Cellophane advantage എന്ന് പറയുന്നത് low cost, heat resistance, good machinability, അതുപോലെ dimensional stability ആണ്. Then we've got Cerulean films, which is a versatile film that is sometimes favored over polyethylene due to some unique properties such as excellent moisture barrier, high melt strength, good clarity, low temperature sealability and toughness. It is usually used for packaging processed and fresh meat. Okay, ഇതൊന്നും അത്ര മറ്റേ നമ്മൾ ഇത്ര നേരം നോക്കിയത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കുറവാണ്, എന്നാലും ഒന്ന് നോക്കി പോവാം. Then we have polystyrene, which is transparent, brittle. It can be thermoformed as cup for yogurt. നമ്മൾ ഡയറി പഠിച്ചതാണ് അല്ലെ, കൂടുതലായിട്ടും യോഗർട്ട് അതുപോലെ ഐസ്ക്രീമിനൊക്കെ നമ്മൾ സാധാരണ കപ്പ് ഐസ്ക്രീം എന്നൊക്കെ പറയുന്നത് ഈ പോളിസ്റ്റൈരീൻ ആണ്. അതുപോലെ ഇപ്പൊ യോഗർട്ടും കേർഡും ഒക്കെ വരാറില്ലേ, ആ ഒരു കപ്പ് എന്നൊക്കെ പറയുന്നത് പോളിസ്റ്റൈരീൻ ആണ്. ചീസ് ഒക്കെ പാക്ക് ചെയ്ത് വരുന്നത് പോളിസ്റ്റൈരീനിലാണ്. Expanded polystyrene can be thermoformed as meat trays. Then we have metallized films. Metallized films എന്ന് പറഞ്ഞാൽ in metallized film, plastic film such as those of polyester, polyamide, polypropylene. നമ്മുടെ നോർമൽ പ്ലാസ്റ്റിക് ഫിലിംസിന് നമ്മളൊരു അലൂമിനിയം കോട്ടിംഗ് കൊടുക്കുന്നതിനാണ് നമ്മൾ മെറ്റലൈസ്ഡ് ഫിലിം എന്ന് പറയാം. അതൊരു ഫിലിം തന്നെയാണ്, പക്ഷെ അതിനൊരു മെറ്റാലിക് കോട്ടിംഗ് കൊടുത്ത് വരുന്നതിനാണ് നമ്മൾ മെറ്റലൈസ്ഡ് ഫിലിം എന്ന് പറയാം. ഇറ്റ് ഹസ് ഗോട്ട് എക്സലന്റ് barrier property towards the passage of water vapor, gaseous volatile ingredients, light, odor, and microorganism. It is ideal for a variety of packaging end uses such as processed meat packaging, fish packaging, and packaging of snacks, candy, and nuts. It is less expensive and more flexible than foil laminate, which have similar barrier properties and is therefore suitable for high-speed filling or form fill seal equipment. Okay, നമ്മൾ ഈ ഫോം ഫിൽ സീൽ ഒക്കെ പഠിച്ചതാണ് നമ്മള് ഡയറി പഠിച്ച സമയത്ത്. എന്താ അല്ലെങ്കിൽ നമ്മള്
റെഡി ടു ഈറ്റ് കറീസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇപ്പം അതൊക്കെ വരുന്നത് ഈ ഫോം ഫിൽ സീലാണ്. നമ്മള് പ്രൊഡക്റ്റ് നേരെ നമ്മുടെ സീൽ പാക്കേജിംഗ് മെറ്റീരിയൽ വരുന്നു, പാക്കേജിംഗ് മെറ്റീരിയൽ അതിന്റെ ഷേപ്പ് ഫോം ചെയ്യും. ആ മെഷീനിൽ തന്നെ അത് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് പാക്കേജിംഗ് മെറ്റീരിയൽ ഫോം ചെയ്യും. ആ ഫോം ചെയ്ത ഷേപ്പിന്റെ ഉള്ളിലേക്ക്, ആ ഒരു പാക്കേജിംഗ് മെറ്റീരിയലിന്റെ ഉള്ളിലേക്ക് ഡയറക്ട്ലി നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റിനെ ഡിസ്പെൻസ് ചെയ്യും. മീറ്റർ ചെയ്തിട്ട് എത്ര ക്വാണ്ടിറ്റി ആണോ ഫില്ല് ചെയ്യേണ്ടത് അത് മീറ്റർ ചെയ്തിട്ട് ആ ഒരു ഡിവൈസ് നമ്മുടെ പാക്കേജിംഗ് മെറ്റീരിയലിലേക്ക് പ്രൊഡക്റ്റിനെ ഫില്ല് ചെയ്യും. അത്ര നമുക്ക് വേണ്ട ഒരു ക്വാണ്ടിറ്റിയിലേക്ക് ഫില്ലിംഗ് നടന്നു കഴിഞ്ഞാൽ ആ മെഷീൻ തന്നെ, ഫോം ഫിൽ സീൽ മെഷീൻ തന്നെ ആ ഒരു പ്രൊഡക്റ്റിനെ പാക്കേജിംഗ് മെറ്റീരിയൽ സീൽ ചെയ്തിട്ട് നമുക്ക് തരുന്നതിനാണ് നമ്മൾ ഫോം ഫിൽ സീൽ എന്ന് പറയാം. ഈ ഫോം ഫിൽ സീലിനൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മെറ്റലൈസ്ഡ് ഫിലിം എന്നാണ് പറയുന്നത്. Then we have aluminum cans and foil. Aluminum can and foil നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മുടെ പെപ്സിന്റെ ബോട്ടിൽസ് ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കാനിങ് പറഞ്ഞപ്പോൾ പറഞ്ഞു. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അലൂമിനിയം cans and foils ആണ്. You have seen the Coke cans in the market. They are aerosol cans. It can be basically 2 or 3 piece lacquered tin plate അല്ലെങ്കിൽ aluminum cans ആണ്. They are fitted with a valve through which the product is dispensed. Aluminum cans are commonly used to package powders, syrup and cooking oil, or 2-piece cans are used for carbonated beverages. അല്ലെ, നമ്മൾ ഈ ഒലിവ് ഓയിൽ ഒക്കെ വരുന്ന ക്യാൻസ് ഒക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ ഈ ഒരു അലൂമിനിയം ക്യാൻസ് ആണ്, ലാക്വേർഡ് ആയിട്ടുള്ള ക്യാൻസ് ആണ്. Then, in addition to use in can making, aluminum is also used for foil wrapper, lids, cups and laminated pouches. Okay, നമ്മൾ പല ലിഡുകളൊക്കെ കാണാറുണ്ട്. നമ്മൾ ഈ ഓപ്പൺ ചെയ്യുന്ന കണ്ടൻസ്ഡ് മിൽക്കിന്റെ ഒക്കെ തന്നെ ലിഡ് കണ്ടിട്ടില്ലേ? ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് അലൂമിനിയം. Then, different types of packaging we have in available now, like controlled atmosphere packaging, modified atmospheric packaging, active packaging, intelligent packaging, smart packaging, aseptic packaging ഒക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് പാക്കേജിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതെന്താണെന്നുള്ളതും കൂടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് നോക്കി പോവാം. ആദ്യത്തേതാണ് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ്. കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ആക്റ്റീവ് പാക്കേജിംഗ് സിസ്റ്റം ഇൻ വിച്ച് we continuously maintain the desired atmosphere within the package throughout the shelf life of the product. Okay, നമ്മളൊരു പാക്കേജിംഗ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ്ലി അതിന്റെ ഉള്ളിലുള്ള ഗ്യാസ് കോമ്പോസിഷൻ മോണിറ്റർ ചെയ്യുന്ന മെക്കാനിസത്തിനെയാണ് നമ്മൾ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജ് അല്ലെങ്കിൽ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നത്. കൂടുതലായിട്ട് ഈ പൾസസിലൊക്കെ ആണെങ്കിൽ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് സ്റ്റോറേജ് ഒക്കെ ചെയ്ത് കാണാറ്. അതായത് നമ്മുടെ ഒരു ടൈറ്റ് സീൽ ചെയ്തിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയലിന്റെ അകത്തുള്ള ഒരു ഗ്യാസ് കോമ്പോസിഷൻ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു മെത്തേഡ് കൺട്രോൾഡ്, ആ പേരിൽ തന്നെ ഉണ്ട് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ. എന്താണോ അതിന്റെ ഉള്ളിലുള്ള പാക്കേജിംഗിന്റെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയർ നമ്മൾ എക്സ്റ്റേണലി നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജ് എന്ന് പറയുന്നത്. അതൊരു ആക്റ്റീവ് പാക്കേജിംഗ് സിസ്റ്റം ആണ്. ഇപ്പൊ ഈ CAP നമ്മൾ എന്താ ചെയ്യുന്നത്? ഇറ്റ് യൂസസ് ആൻ ഏജന്റ് ടു ബൈൻഡ് ഓർ സ്കാവെഞ്ച് ഓക്സിജൻ പെർമിയേറ്റിംഗ് ദ പാക്കേജ് ഓർ എ സാഷറ്റ് ടു എമിറ്റ് എ ഗ്യാസ്. Basically, CAP refers to control system whereby gases are added or removed to maintain a desired balance. നമ്മളൊരു പാക്കേജിംഗ് മെറ്റീരിയലിന്റെ ഉള്ളിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഫില്ല് ചെയ്ത ശേഷം നമ്മൾ അതിന്റെ ഉള്ളിലുള്ള അറ്റ്മോസ്ഫിയർ കോമ്പോസിഷൻ എന്താണെന്നുള്ളത് നോക്കി നമ്മൾ എക്സ്റ്റേണലി അത് കൺട്രോൾ ചെയ്തിട്ട്, അപ്പം ഓക്സിജൻ അതിന് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യുക, ഓക്സിജൻ അതിലേക്ക് ഫ്ലഷ് ചെയ്യണമെങ്കിൽ ഓക്സിജൻ ഫ്ലഷ് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക, റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യുക, നൈട്രജൻ കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്താണോ അതിന്റെ ഉള്ളിലുള്ള കോമ്പോസിഷൻ എന്നുള്ളത് നമ്മൾ എക്സ്റ്റേണലി കൺട്രോൾ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജ് എന്ന് പറയാം. ഫോർ ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആൻഡ് മീറ്റ് പ്രോഡക്റ്റ്, CAP is carried out mostly inside flexible barrier material. In CAP, bulk bin or storage vessel is virtually impermeable. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, നമ്മൾ പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് CAPന്റെ കേസിൽ ഇംപെർമിയബിൾ ആയിരിക്കും. അതായത് അതിനകത്തേക്ക് വിടാനോ പുറത്തേക്ക് പോകാനോ അത് സമ്മതിക്കില്ല. നമ്മൾ എന്തോ കൊടുക്കുന്നോ അതായിരിക്കും ആ പാക്കേജിംഗ് മെറ്റീരിയലിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് പെർമിയബിൾ ആയിരിക്കും. നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല. ആ ഒരു ഉള്ളിലുള്ള കോമഡിറ്റിന്റെ റെസ്പിറേഷൻ വഴി അല്ലെങ്കിൽ ആ ഒരു പാക്കേജിംഗ് മെറ്റീരിയലിന്റെ പെർമിയബിലിറ്റി വഴി എന്താണ് അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുകയും അങ്ങനെ ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് തന്നെ അല്ലെങ്കിൽ ആ പാക്കേജിംഗ് മെറ്റീരിയൽ തന്നെ ആ ഒരു സ്റ്റോറേജ് എൻവയൺമെന്റ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ മോഡിഫൈഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ MAP refers to enclosing a product in some type of a barrier and modifying the atmosphere either by drawing a vacuum or filling with a gas mix. It is a system in which the atmosphere of package is modified so that composition is different from air, but the atmosphere may change over time due to permeability of the packaging material or respiration of the food. Okay, അപ്പൊ കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തന്നെ അവിടെ കൺട്രോൾ ചെയ്ത് കൊടുക്കുകയാണ്. മോഡിഫൈഡിൽ എന്താണ്? ആ പാക്കേജിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു
ഭക്ഷണത്തിന്റെ റെസ്പിറേഷൻ ഓഫ് ദ ഫുഡ് കാരണം അവിടെ ഒരു അറ്റ്മോസ്ഫിയർ മോഡിഫൈ ആയി വരുന്നതിനെയാണ് നമ്മൾ മോഡിഫൈഡ് പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറയാം. ഓക്കെ, നേരത്തെ കേസിൽ ക്യാപ്പിന്റെ കേസിൽ ഇംപെർമേബിൾ ആയിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ ആണ്, പക്ഷെ മാപ്പിന്റെ കേസിൽ പെർമേബിൾ ആയിട്ടുള്ള പാക്കേജിംഗ് മെറ്റീരിയൽ ആണ്. ഓക്കെ, നമ്മൾ കൺട്രോൾ ചെയ്ത് നോക്കുന്നത് CAP പാക്കേജിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഫുഡ് കോമോഡിറ്റിന്റെ റെസ്പിറേഷൻ വഴി ചേഞ്ച് ആവുന്നത് NAP. ഓക്കെ, ഇനി ആക്റ്റീവ് പാക്കേജിംഗ് ഉണ്ട്. ആക്റ്റീവ് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ the packaging plays an active role in reducing food spoilage. It employs a packaging material that interact with the internal gas environment to extend the shelf life of the food. Okay, active packaging packaging material ആ പാക്കേജിംഗ് മെറ്റീരിയൽ ഉള്ളിലുള്ള ഗ്യാസ് എൻവയൺമെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് ഷെൽഫ് ലൈഫ് ഓഫ് ദ ഫുഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പാക്കേജിംഗ് മെറ്റീരിയൽ ആണ് നമ്മൾ ആക്റ്റീവ് പാക്കേജിംഗ് എന്ന് പറയാം. അതിൽ ഓക്സിജൻ സ്കാവെഞ്ചേഴ്സ് വരാറുണ്ട്. അപ്പൊ അതിന്റെ ഒന്നും കൂടുതൽ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്സിജൻ സ്കാവെഞ്ചിങ് ആയിട്ടുള്ള മെക്കാനിസം വരാറുണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഓക്സിജൻ സ്കാവെഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആക്റ്റീവ് പാക്കേജിംഗിൽ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് നമുക്ക് അയൺ പൗഡർ യൂസ് ചെയ്യാം. അയൺ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഓക്സിജൻ അബ്സോർബ് ചെയ്ത് ഓക്സിജൻ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ഈ ഒരു അയൺ പൗഡറിന് പറ്റും. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏജൻസ് എന്ന് പറയുന്നത് എസ്കോർബിക് ആസിഡ് യൂസ് ചെയ്യാം, ഫോട്ടോ സെൻസിറ്റീവ് ഡൈ യൂസ് ചെയ്യാം, എൻസൈംസ് യൂസ് ചെയ്യാം, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് യൂസ് ചെയ്യാം, റൈസ് എക്സ്ട്രാക്ട് യൂസ് ചെയ്യാം, ഇമ്മൊബിലൈസ്ഡ് ഈസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഓക്സിജൻ സ്കാവെഞ്ചേഴ്സ് മാത്രമല്ല, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ നൈട്രജനും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്ലൈഡിൽ ഞാൻ ഓക്സിജൻ സ്കാവെഞ്ചേഴ്സിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ അതാണ് ആക്റ്റീവ് പാക്കേജിംഗ്, അതാണെന്നുള്ളത് മനസ്സിലാക്കുക. Then we have got intelligent packaging. Intelligent packaging എന്ന് പറഞ്ഞാൽ it is a kind of packaging which can sense and inform. Okay, നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഇന്നോവേഷൻ ആണ് ഇന്റലിജന്റ് പാക്കേജിംഗ് അല്ലെങ്കിൽ സ്മാർട്ട് പാക്കേജിംഗ് എന്നൊക്കെ പറയുന്നത്. അത് ആ ഒരു പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അതിനുള്ളിലുള്ള എൻവയൺമെന്റ്, നമ്മുടെ ആ ഒരു ഫുഡ് പ്രൊഡക്റ്റിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് പാക്കേജ് തുറക്കാതെ തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇന്റലിജന്റ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ അകത്ത് റിലീസ് ചെയ്യുന്ന ചിലപ്പോൾ ചില ഓർഡേഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേടായി എന്നുള്ളൊരു ഇൻഡിക്കേഷൻ നമ്മുടെ പാക്കേജിംഗ് മെറ്റീരിയൽ തരും. അപ്പൊ അങ്ങനെ നമുക്ക് പാക്കേജ് തുറക്കാതെ തന്നെ ആ ഒരു പാക്കേജിംഗിന്റെ ഉള്ളിലുള്ള കൊമോഡിറ്റിന്റെ അവസ്ഥ എന്താണെന്ന് കൺസ്യൂമറിലേക്ക് ഇന്ററാക്ട് ചെയ്ത് കൊടുക്കുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ ഇന്റലിജന്റ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ package functions switches on and off in response to changing external and internal condition and can include a communication to the customer or end user as to the status of the product. ഇത് suitable for consumption ആണോ അല്ലയോ എന്നുള്ളത് കസ്റ്റമറുടെ പാക്കറ്റ് തുറക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്ന പാക്കേജിംഗ് ആണ് ഇന്റലിജന്റ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ പാക്കേജിംഗ് വിച്ച് സെൻസസ് ആൻഡ് ഇൻഫോം. ഇറ്റ് ഇസ് എക്സ്പെക്ടഡ് ദാറ്റ് ദിസ് വിൽ ബി എ മേജർ പാർട്ട് ഓഫ് ദ സ്മാർട്ട് ഹോം ഓഫ് ദ ഫ്യൂച്ചർ. Intelligent packaging has become the accepted term for anything used in packaging chain which informs the customer that something has happened to the pack during the stages of journey from the production line to the point of purchase or use. Example are child resistant packaging, tamper evident packaging, TTI, അതായത് time temperature indicators. നിങ്ങൾ അതിന്റെ ഒന്നും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട, സിമ്പിൾ ആയിട്ട് എന്താണ് സംഭവം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. For some products, it is important to have precise record of the temperature they have experienced throughout the lifetime inside a package. TTIs, time temperature indicators, are devices used in the packaging to achieve this. Then intelligent tamper-proof packaging. അത് ആവശ്യമില്ല, നമുക്ക് അത് ഒഴിവാക്കാം. Then we have got, finally we have got aseptic packaging. Aseptic packaging നമ്മൾ എനിക്ക് തോന്നുന്നു മിൽക്ക് പറഞ്ഞ സമയത്ത് കുറച്ച് കാര്യങ്ങൾ aseptic packaging പറ്റിയിട്ട് പറഞ്ഞതാണ്. സോ അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കണ്ടെയ്നറും വരുന്നത് പ്രീ സ്റ്റെറിലൈസ്ഡ് ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കോമോഡിറ്റിനെയും നമ്മൾ സ്റ്റെറിലൈസ്ഡ് ആയ കണ്ടീഷനിൽ കൊണ്ടുവരും. ഈ ഫില്ലിങ്ങും പാക്കിങ്ങും നമ്മൾ സ്റ്റെറിലൈസ്ഡ് കണ്ടീഷനിൽ തന്നെ ചെയ്യുന്നതിനാണ് നമ്മൾ അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയാം. ഓക്കെ, നമ്മുടെ പാക്കേജിംഗ് മെറ്റീരിയലും സ്റ്റെറിലൈസ്ഡ് ആയിട്ട് വരും, നമ്മുടെ പ്രൊഡക്റ്റും സ്റ്റെറിലൈസ്ഡ് ആയിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും പാക്കേജിങ്ങും സീലിങ്ങും നടത്തുന്നതും സ്റ്റെറിലൈസ്ഡ് എൻവയൺമെന്റിലാവും. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് പ്രോസസ്സും സ്റ്റെറിലൈസ്ഡ് എൻവയൺമെന്റിൽ നടത്തുന്നതിനാണ് നമ്മൾ അസെപ്റ്റിക് പാക്കേജിംഗ് എന്ന് പറയാം. നമ്മൾ കൂടുതലായിട്ടും അൾട്രാ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് ചെയ്തത്, അല്ലെങ്കിൽ HTST ട്രീറ്റ്മെന്റ് ചെയ്തത്, ഡയറക്റ്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തത്, ഇൻഡയറക്റ്റ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത പ്രൊഡക്ട്സിനൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ അസെപ്റ്റിക് പാക്ക് ചെയ്യാറുള്ളത്. Then advantages of packaging. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അഡ്വാൻറ്റേജസ് ഓഫ് അവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അഡ്വാൻറ്റേജസ്. ഇവരുടെ ഒരു റിപ്പീറ്റഡ് സ്ലൈഡ് ഞാൻ ഇടുന്നില്ല, നമുക്കറിയാം. സോ ഇറ്റ് ഇസ് റിമൂവ് ദാറ്റ്.
ഓക്കെ, ഫൈനലി നമുക്ക് ലേബലിംഗ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പാക്കേജിങ്ങിനെ പറ്റിയിട്ടാണ്. പല ടൈപ്പ് ഓഫ് പാക്കേജിംഗ് മെറ്റീരിയൽസ് നമ്മൾ കണ്ടു, അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻസും ഒബ്ജക്റ്റീവ്സും കണ്ടു, ഇന്നോവേഷൻ ലേറ്റസ്റ്റ് കൈൻഡ് ഓഫ് പാക്കേജിംഗ് ടെക്നോളജീസും കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് ലേബലിംഗ്, ന്യൂട്രീഷണൽ ലേബലിംഗ്, അതുപോലെ പാക്കേജിംഗിന്റെ ലേബലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ പാക്കേജിംഗിൽ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? Okay, so let us move on to the last topic, which is on labeling. ലേബലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും അതിന്റെ പാക്കേജിംഗ് മെറ്റീരിയലിന്റെ പുറമെ അതിനെ പറ്റിയിട്ടുള്ള കുറെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് കാണാം, അല്ലെ? അപ്പൊ ആ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് അതിന്റെ ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ ലേബലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ സ്ലിപ്പ് ഓഫ് പേപ്പർ, കാർഡ്, ലൈനർ or metal for attaching to an object and indicating its nature, owner name, destination, etc. ഓക്കെ, എന്താണ് ആ പ്രൊഡക്റ്റ്, എവിടെയാണ് അത് മാനുഫാക്ചർ ചെയ്തത്, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽ തരുന്ന ഒരു ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ ലേബലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ മാനുവൽ ഓർ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോസസ് ഓഫ് അറ്റാച്ചിങ് ദ ലേബിൾ ടു ദ കറന്റ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓർ പാക്കേജിംഗ് ഓർ സർവീസ്. സോ ഇതാണ് ഒരു ലേബലിന്റെ ഒരു ഫുഡ് ലേബലിന്റെ ഒരു എൻലാർജ്ഡ് ഫിഗർ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിന്റെ ആ ഒരു പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ പ്രൊഡക്റ്റ്, എവിടെയാണ് അത് മാനുഫാക്ചർ ചെയ്തത്, എവിടെയാണ് അത് പാക്ക് ചെയ്തത്. ഓക്കെ, ചില സമയത്ത് അത് ഉണ്ടാക്കുന്ന സ്ഥലത്തായിരിക്കില്ല അത് പാക്ക് ചെയ്തത്. അപ്പൊ എവിടെയാണ് മാനുഫാക്ചർ ചെയ്തതെന്ന് വേറെയും, അതുപോലെ തന്നെ എവിടെ പാക്ക് ചെയ്തതെന്ന് വേറെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ബെസ്റ്റ് ബിഫോർ, എത്ര സമയത്തിനുള്ളത് കൺസ്യൂം ചെയ്യണം, എന്നാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്, എത്ര ക്വാണ്ടിറ്റി അതിന്റെ അകത്തുണ്ട്, ആ പ്രൊഡക്റ്റ് വെജിറ്റേറിയൻ ആണോ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ, അതിന്റെ ബാർ കോഡ്, അതിന്റെ MRP, ഫുൾ ഡീറ്റെയിൽസ്, ഏത് ബാച്ചിലാണ് അത് ഉണ്ടാക്കിയത്, എന്ത് കണ്ടന്റ് ആണ് ആ ഒരു പാക്കേജിനുള്ളിൽ ഉള്ളത് എന്നുള്ള തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും തരുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഫുഡ് ലേബൽ എന്ന് പറയുന്നത്. സോ ലേബലിംഗ് ഓഫ് പാക്കേജ് ഇസ് ഡൺ ടു ഇൻഫോം ദ കൺസ്യൂമർ അല്ലെങ്കിൽ customer about the product which is present in the package. So you can define food label as a primary means of communication between the producer and seller of the food on one hand and purchaser and consumer on the other hand. ആ ഒരു ഭക്ഷണം ഉണ്ടാക്കിയ ആള് ആൻഡ് അതിന്റെ സെല്ലർ അതിന്റെ കൺസ്യൂമർക്ക് അല്ലെങ്കിൽ പർച്ചേസർക്ക് കൊടുക്കുന്ന കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ ഫുഡ് ലേബൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പീസ് ഓഫ് പേപ്പർ ഓർ എനി അതർ മെറ്റീരിയൽ, പേപ്പർ തന്നെ ആവണമെന്നില്ല, ഇറ്റ് ക്യാൻ ബി എ ടാഗ് അല്ലെങ്കിൽ ബ്രാൻഡ് ഓർ എ മാർക്ക് ഓർ പിക്ടോറിയൽ ഓർ സം kind of a descriptive method on which the legend and design concerning the product is printed, stenciled and marked, embossed or impressed on it. Labeling is affixed to the product, affixed to the container or article containing the product. Okay, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. Mandatory labeling requirement of pre-packaged food indicate that every package of food shall carry the following information on the label. നിർബന്ധമായിട്ടും ഒരു പാക്കേജിംഗ് മെറ്റീരിയലിന്റെ ലേബലിന്റെ മുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ നെയിം ഓഫ് ദ ഫുഡ്, എന്താണ് ആ ഫുഡ് എന്നുള്ളത്. ഓക്കെ, ബിസ്ക്കറ്റ് ആണോ, കുക്കീസ് ആണോ, കേക്ക് ആണോ, എന്താണ് അതിന്റെ അകത്തുള്ളത് എന്നുള്ളത് ആദ്യം പറയണം. ദെൻ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചത് എന്നുള്ളത് പറയണം. ഡിക്ലറേഷൻ ഓഫ് ഫുഡ് അഡിറ്റീവ്, അതിലെന്തെങ്കിലും ഫുഡ് അഡിറ്റീവ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ്, കൺട്രി ഓഫ് ഒറിജിൻ, ഏത് രാജ്യത്താണ് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് എന്നുള്ളത്, അതിന്റെ നെറ്റ് കണ്ടന്റ് എത്രയുണ്ട്, ഡ്രെയിൻഡ് വെയിറ്റ് എത്രയാണ്, ഏത് ലോട്ട്, ഏത് കോഡ്, ഏത് ബാച്ചിൽ നിന്നാണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, എന്തെങ്കിലും കേസ് ഓഫ് ട്രേസബിലിറ്റി അല്ലെങ്കിൽ റീകോൾ നടത്തണമെങ്കിൽ നമുക്ക് ഈ ഒരു ലോട്ടും ബാച്ചും ഒക്കെ നമുക്ക് അറിയണം. ആ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിരിക്കണം. അതായത് ചില കേസിൽ വരാറുണ്ട്, ഈ ഒരു ബാച്ചിൽ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് ഒന്നും തന്നെ യൂസ് ചെയ്യരുത്, അതിൽ എന്തോ ഒരു പോയിസണിങ്ങോ അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ട് എന്തോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാച്ചിനെ പലപ്പോഴും റീകോൾ ചെയ്യാറുണ്ട്, അല്ലെ? ഫോർ എക്സാമ്പിൾ നമ്മുടെ ആ ഒരു നെസ്ലേന്റെ തന്നെ പല പ്രൊഡക്റ്റിന് ഇപ്പം റീസെന്റ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് റീകോൾ അല്ലെങ്കിൽ അതിന് നമ്മൾ തിരിച്ചാലും ബാച്ചിനെ ഫുൾ നമ്മൾ ട്രേസ് ഔട്ട് ചെയ്യണം, എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ലോട്ടും ബാച്ചും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ ആൻഡ് പാക്കേജ്, അതിന്റെ എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ്, അത് ഏത് കാലം വരെ നമുക്കത് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ കൊടുത്തിരിക്കണം. ദെൻ ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ്, എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആ ഒരു ഇൻസ്റ്റന്റ് മിക്സസ് പറഞ്ഞപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യേണ്ടതുള്ള ഇൻസ്ട്രക്ഷൻസും കൊടുത്തിരിക്കണം.
The Gazette of India stipulates that all food product packed should have a label indicating whether it is totally vegetarian or not. നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ പറഞ്ഞതാണ്, ഒരു ഗ്രീൻ ഡോട്ട് ഇൻസൈഡ് എ സ്ക്വയർ ബോക്സ് ആണെങ്കിൽ അത് വെജിറ്റേറിയൻ ആണെന്നും, അതുപോലെ തന്നെ ബ്രൗൺ ഡോട്ട് ഇൻ എ ബ്രൗൺ സ്ക്വയർ ആണെങ്കിൽ അത് നോൺ വെജിറ്റേറിയൻ ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നുള്ള കാര്യം നമ്മുടെ ഫുഡ് ലേബിളിൽ ഇൻഡിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ Gazette of India stipulates that additional mandatory requirement on the packaged food items should be there, which includes quantitative labeling of the ingredient and international irradiated food symbol in close proximity to the name or brand of the food. അതായത് നമ്മുടെ റെക്കമെൻഡേഷൻസ് പറയുന്നത് നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എത്രയൊക്കെ അളവിൽ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇറേഡിയേറ്റഡ് ആണോ എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഇറേഡിയേറ്റഡ് ഫുഡ്സിനെ പറ്റിയൊക്കെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. ഇറേഡിയേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അതും ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പാക്കേജിംഗ് പറ്റണം. അപ്പൊ ഈ ഒരു സിമ്പിൾ ആണ് ഇറേഡിയേറ്റഡ് ഫുഡിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ആ ഒരു പച്ച വട്ടത്തിൽ കാണുന്നതാണ് ഇറേഡിയേറ്റഡ് ഫുഡിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് റാഡ്യൂറ സിമ്പിൾ. നിങ്ങൾ ഇറേഡിയേഷൻ പഠിച്ച സമയത്ത് പഠിച്ചോന്ന് അറിയില്ല, ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഇതാണ് ഈ പറഞ്ഞ ഒരു സിമ്പിൾ ആണ് റാഡ്യൂറ സിമ്പിൾ എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും ഇറേഡിയേഷൻ ചെയ്ത ഭക്ഷണ പദാർത്ഥമാണെങ്കിൽ അതിന്റെ പാക്കേജിംഗ് പുറത്ത് ഇറേഡിയേറ്റഡ് ആണ് എന്നുള്ള സിമ്പിൾ, അതായത് ഈ ഒരു റാഡ്യൂറ സിമ്പിൾ എന്തായാലും കൊടുത്തിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ സിമ്പിൾ നമ്മൾ പറയുന്നത് റാഡ്യൂറ സിമ്പിൾ എന്നാണ്. ഈ ഒരു സിമ്പിളിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു വട്ടം എന്ന് പറയുന്നത് ആ ഒരു പാക്കേജിംഗ് മെറ്റീരിയലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൽ ആ ഒരു വട്ടത്തിന് നമ്മൾ കുറെ ഗ്യാപ്പ് വരുന്നത് കാണാം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ പാക്കേജിംഗ് മെറ്റീരിയലിന്റെ ഉള്ളിൽ കൂടെ റേഡിയേഷൻ കടത്തി വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് ഇറേഡിയേഷൻ, റാഡ്യൂറ സിമ്പിൾ, RADURA, റാഡ്യൂറ സിമ്പിൾ എന്നാണ് പറയുന്നത്. നമ്മളെ റെക്കമെൻഡേഷൻസ് പറയുന്നത് റാഡ്യൂറ സിമ്പിൾ നമ്മൾ ഇറേഡിയേറ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കണം. അതുപോലെ തന്നെ ഓരോ ഇൻഗ്രീഡിയന്റിന്റെയും ക്വാണ്ടിറ്റി എത്ര അളവിൽ അത് ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ കൊടുത്തിരിക്കണം. Then അവർ പറയുന്നത് general requirement given by the FSS, Food Safety Standard Regulation for labeling are every pre-packed food shall contain a label. എന്ത് പാക്ക് ചെയ്ത ഫുഡ് ആണെങ്കിലും അതിലൊരു ലേബൽ ഉണ്ടാവണം. ഇൻഫർമേഷൻ നമ്മൾ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റിൽ നമ്മൾ കൊടുത്തിരിക്കണം. എനി അതർ ലാംഗ്വേജ് ഇൻ എഡീഷൻ മേ ബി യൂസ്. നമ്മൾ കമ്പൽസറി ആയിട്ടും ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി കൊടുത്തിരിക്കണം. അത് കൂടാതെ നമുക്ക് ഏതെങ്കിലും ഒക്കെ ലാംഗ്വേജസ് കൂടെ കൊടുക്കാം, പക്ഷെ നിർബന്ധമായിട്ടും ഈ പറഞ്ഞ 2 ലാംഗ്വേജിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. Then the information shall not be false, misleading or deceptive. നമ്മൾ ഒരു തെറ്റായ ഇൻഫർമേഷനും അതുപോലെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കാൻ പാടില്ല. When the container is covered by a wrapper, the wrapper shall carry the necessary information. ചില കേസിൽ നമ്മൾ കാണാറുണ്ട് കണ്ടെയ്നർ ഉണ്ടാവും, അതിന്റെ മുകളിൽ ഒരു റാപ്പറും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ റാപ്പറിന്റെ മുകളിലും ഈ നെസസറി ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിരിക്കണം. The regulation prescribe minimum height and width of the letters and numerals to the displayed on the label. ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കുഞ്ഞിതാക്കിയിട്ടൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അതിൽ കൊടുത്തിരിക്കേണ്ട മിനിമം ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഒക്കെ റെഗുലേഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡയമെൻഷൻസിൽ തന്നെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്, ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. Then license number shall be displayed on the principal display panel. സോ ജനറൽ ഫുഡ് ലേബലിംഗ് റിക്വയർമെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, റാഡ്യൂറ സിമ്പിളിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ അതിന്റെ ന്യൂട്രീഷണൽ ഫാക്ട് വേണം, അതിലുള്ള നെയിം ഓഫ് ദ ഫുഡ്, ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ്, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ന്യൂട്രീഷണൽ ലേബലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ന്യൂട്രിയൻ കണ്ടന്റ് ഓഫ് ഫുഡ് ആൻഡ് ഇസ് ഇന്റൻഡഡ് ടു ഗൈഡ് ദ കൺസ്യൂമർ ഇൻ ഫുഡ് സെലക്ഷൻ. ഓക്കെ, നമ്മളെ ഏത് ഫുഡ് എടുത്തു കഴിഞ്ഞാലും ഏതൊരു കമ്മോഡിറ്റി എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഈ ഒരു ന്യൂട്രീഷണൽ ലേബലിംഗ് എത്ര ന്യൂട്രിയൻസ് ഉണ്ടെന്നുള്ള കൊടുത്തിട്ടുള്ള ഒരു ലേബിൾ നമ്മൾ കാണാറുണ്ട്. അതിനകത്തുള്ള കാലറി എത്രയാണ് അതിലുള്ള ടോട്ടൽ ഫാറ്റ്, എത്ര കൊളസ്ട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ എത്ര വൈറ്റമിൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് എത്രയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, കാർബോഹൈഡ്രേറ്റ് എത്രയുണ്ട്, അങ്ങനെയുള്ള ന്യൂട്രീഷണൽ വാല്യൂ നിർബന്ധമായിട്ടും അതിലുണ്ടായിരിക്കണം. സോ it is a guide to the nutritional value of the food. It consists of 2 components. First one is nutrient declaration. Nutrient declaration എന്ന് പറഞ്ഞാൽ it is a standardized statement or listing of the nutrient content. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ ന്യൂട്രിയന്റും, കാർബോഹൈഡ്രേറ്റോ ആണെങ്കിൽ വൈറ്റമിൻ ആണെങ്കിൽ കൊളസ്ട്രോൾ ഒക്കെ ആണെങ്കിൽ അത് എത്ര ഉണ്ട് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. സോ ന്യൂട്രിയന്റ് ഡിക്ലറേഷൻ വേണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ഹാവ് സപ്ലിമെന്ററി ന്യൂട്രിയന്റ് ഇൻഫർമേഷൻ, അതായത് സെർവിംഗ് സൈസ്, ക്ലെയിംസ് ഒക്കെ ഈ ഒരു പാക്കേജിംഗ് മെറ്റീരിയലുള്ള കണ്ടന്റ് എത്രയാണ് അതിന്റെ സെർവിംഗ് സൈസ് എന്നുള്ളതൊക്കെ അത് ക്ലിയർ ആയിട്ട് പറയണം. The nutrition label indicate nutritional fact to help find information fast and make general comparison without making a lot of calculation between different food products. Serving size is fixed so that size of one serving is same for different brand of the same food, which make comparison easier between the different products. Okay,
ഇത്രയും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന് എത്ര ആളുകളെ സെർവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കണം. ഏതൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ സെർവിങ് സൈസ് ഫിക്സഡ് ആയിട്ട് വെക്കണം എന്നുള്ളത്. So, nutritional fact per 100 gram or 100 ml or per serving of the product shall be given on the label containing the following. അതിലെ എനർജി വാല്യൂ ഇൻ കിലോ കാലറി കൊടുക്കണം, എമൗണ്ട് ഓഫ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് കൊടുക്കണം, ഫാറ്റ് കണ്ടന്റ് ഗ്രാം കൊടുക്കണം, ദ എമൗണ്ട് ഓഫ് എനി അതർ ന്യൂട്രിയൻ ഫോർ വിച്ച് ന്യൂട്രീഷൻ ഓർ ഹെൽത്ത് ക്ലെയിം ഇസ് മെയ്ഡ്. എന്തൊക്കെയാണോ ആ പ്രൊഡക്റ്റ് പറയുന്ന ക്ലെയിം, ആ ന്യൂട്രിയൻസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മുടെ പാക്കേജിംഗിൽ കൊടുത്തിരിക്കണം, ലേബലിൽ കൊടുത്തിരിക്കണം. Whenever numerical information on vitamin and mineral is declared, it should be expressed in metric unit. നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സിൽ വേണം ഈ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട്. When the nutrient declaration is made per serving, the amount in gram or milliliter shall be included for reference beside the serving measure. Provided that the food claimed to be enriched with nutrients such as mineral, protein, vitamins, metals or other compound amino acids or enzymes, it shall give the quantities of such added nutrient on this label. എന്തൊക്കെ ന്യൂട്രിയൻസ് ആണുള്ളത് അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ് ഇൻ ജനറൽ പറയുന്നത്. So finally, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം the functions of a labeling. The functions are to identify the product. നമുക്ക് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ലേബിൾ ഹെൽപ്പ് ചെയ്യണം. It should provide details about the ingredient. It should give the purpose അല്ലെങ്കിൽ use of the product. It should provide an aesthetic appeal. Okay, നമുക്ക് catchy ആയിട്ടുള്ള ഒരു appeal ഉണ്ടാക്കാനും ലേബിളിന് പറ്റണം. It should give decoration as evidence. It should give child safety. It should give other information like MRP, batch number, shelf life, അതുപോലെ തന്നെ best before date ഒക്കെ ഉണ്ടായിരിക്കണം. It should give information required by the link in the packaging chain. Then നമുക്ക് next and last നമുക്ക് പറയാനുള്ളത് ബാർകോഡ്സിനെ പറ്റിയിട്ടാണ്. നമ്മളിപ്പം എല്ലാ പ്രൊഡക്റ്റിനും മുകളിലും ബാർകോഡ്സ് കാണാറുണ്ട് അല്ലെ. ലേസർ സ്കാനിങ് വഴി നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ലേസർ സ്കാനിങ് വഴി ബാർകോഡ്സിൽ പെട്ടെന്ന് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ബാർകോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഈസി പർച്ചേസ് ഇൻ സൂപ്പർ മാർക്കറ്റ്. It helps in inventory control and keeping record. They are printed using inkjet printers using UV ink. Okay, inkjet printers use ചെയ്തിട്ട് UV ink പേസ്റ്റ് ചെയ്യുന്ന കോഡ്സിനാണ് നമ്മൾ ബാർകോഡ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു പ്രൊഡക്റ്റിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പെട്ടെന്ന് അതിന്റെ MRPയും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇൻവെന്ററി കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ആ ഒരു കമ്പനീന്റെ ആ ഒരു എന്താ പറയാ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു കമ്പനീന്റെ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രീന്റെ റെക്കോർഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് ആ ഒരു ബാച്ചിലേക്ക് അല്ലെങ്കിൽ എപ്പോൾ ഉണ്ടാക്കിയതാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവെന്ററി കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നത്. സോ എന്താണ് ബാർകോഡ്? നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് ബാർ ആൻഡ് സ്പേസ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ എൻകോഡിംഗ് റൂൾസ് ഓഫ് എ പെർട്ടിക്കുലർ സ്പെസിഫിക്കേഷൻ. Its purpose is to represent information in a form that is machine readable. നമ്മൾ കാണാറുണ്ട് ലേസർ റീഡേഴ്സ് ഒക്കെ വഴി പെട്ടെന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റ്സ് ഒക്കെ റീഡ് ചെയ്യുന്ന കാണാറുണ്ട്. സോ ഇറ്റ്സ് എ മെഷീൻ റീഡബിൾ കോഡ്. Okay, barcodes are printed on the label of a package on the consumer pack for laser reading at retail checkout. This makes the process much easier and faster and avoids the need of individual price labeling of pack and allows itemized bill to be produced for the customers. അല്ലെ, നമ്മൾ മാനുവലി ഓരോന്നും ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഒരു ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത്. Barcoding technology is used extensively in the supply chain of food ready for shipment and as means of inventory control. Barcoding of food product, it denotes assignment of numerical, alphabetical or symbolic identification mark to the container, packaging material or article to provide information concerning the quality of the content of container or date, plant or line in which it was manufactured. നമ്മൾ പറഞ്ഞു ഇൻവെന്ററി കൺട്രോളിന് സഹായിക്കും, അതുപോലെ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാൻ സഹായിക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. A common form of coding the packaged food is through barcoding. So ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാക്കേജിങ് അതുപോലെ തന്നെ അതിന്റെ ലേബലിംഗിലും കാര്യങ്ങളും പഠിക്കാനായിട്ടുള്ളത്. സിമ്പിൾ ടോപ്പിക് ആണ്, കുറെ കാര്യങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ പഠിക്കാൻ. എന്താ പറയാ, കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, ബട്ട് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ പ്രിപ്പറേഷൻ റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ലേ? എങ്കിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ തന്നെ ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ധാരാളം വിജയങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, full syllabus based capsule notes and other study materials, doubt clearance and mentorship, 5000-ലധികം
ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും ഇന്ന് തന്നെ സ്വന്തമാക്കാം. മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം. വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ അധികം വൈകാതെ ഇപ്പോൾ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നേടുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.